കേൾക്കുകയും ചെയ്യാമെന്ന് വിശ്വസിക്കുന്നു. Yes, Pastor. Yes, we can see. Okay, good. സകല ലോകത്തിന്റെ രാജാവും എന്റെ കർത്താവുമായ നമ്മുടെ ദൈവം വാഴ്ത്തപ്പെട്ടു. അധന്യവും നിസ്തുല്യമായ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവും വന്ദനവും. ഹല്ലേലൂയ. സ്റ്റഡി സർക്കിൾ അറേഞ്ച് ചെയ്യുന്ന ഈ മീറ്റിംഗ് ഇന്ന് ലീഡ് ചെയ്യുന്ന കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ഡാനിയൽ ജോൺ, ഇത് ഹോസ്റ്റ് ചെയ്യുന്ന ദൈവമക്കൾ, ഹല്ലേലൂയയുടെ ചീഫ് എഡിറ്റർ ആയിരിക്കുന്ന സാങ്കടി ചാക്കോച്ചൻ, ബാക്കി ഈ പല സ്ഥലങ്ങളിൽ നിന്ന് അറ്റൻഡ് ചെയ്യുന്ന ദൈവമക്കൾ എല്ലാവർക്കും സ്നേഹവന്ദനം. നമ്മള് ക്രിയേഷൻ കമ്പോണന്റ് എന്ന ഒരു ടോപ്പിക്സ് കഴിഞ്ഞ ദിവസം എടുക്കാൻ തുടങ്ങി. അതിന്റെ ഒരു സിംഹഭാഗവും ഞാൻ തീർന്നു. ഒരു ഫൈനൽ ടച്ച് മാത്രമേ എനിക്കിപ്പം അതിനെപ്പറ്റി പറയാനുള്ളൂ. ജസ്റ്റ് ഒരു ഫൈനൽ ടച്ചാണ്. അതിനുശേഷം നിങ്ങൾക്കുള്ള ചോദ്യങ്ങൾ കേൾക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പൊ ചോദ്യങ്ങളൊക്കെ പിൻ പോയിന്റ് ചെയ്ത് വേണം. ഒരു ചോദ്യം കഴിഞ്ഞിട്ട് വീണ്ടും ഒരു ചോദ്യത്തിന് അവസരം ഉണ്ടാകുകയാണെങ്കിൽ ചോദിക്കാം. കാരണം നമ്മൾ ഒരാൾ മാത്രം ചോദിച്ച് വേറൊരാൾക്ക് സമയം ഇല്ലാതാകാതിരിക്കുന്നതിന് വേണ്ടിയാണ് ഒരു ചോദ്യം എന്ന റെസ്ട്രിക്ഷൻ വെച്ചത്. അതുകൊണ്ട് ഒരു ചോദ്യം ചോദിച്ച് മറ്റേ ചോദ്യത്തിന് അവസരമില്ല എന്നങ്ങ് ചിന്തിച്ചളയരുത്. ആ ടൈം പോലെ അത് ചെയ്താണ്. ഞാൻ 1, 2, 3 കാര്യങ്ങൾ മുഖവരയായിട്ട് പറയാം. അതിപ്പോൾ വളരെ ആവശ്യമായി വന്നതുകൊണ്ടാണ്. ഒന്നാമത്തെ കാര്യം ഹ്യൂമൻ ലിമിറ്റേഷൻസ് എന്ന് പറയുന്നതാണ്. ഹ്യൂമൻ ലിമിറ്റേഷൻസ് മാനേജ്മെന്റിൽ അതിനെപ്പറ്റി പറയുന്നത് ദ ലാംഗ്വേജ് ഓൾവേസ് ഫെയിൽസ് എന്നാണ്. ലാംഗ്വേജ് ഫെയിൽസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം അതുപോലെ നമ്മുടെ ഭാഷ കൺവേ ചെയ്യണമെന്നില്ല. ഐ ഹാവ് ബീൻ എ ടീച്ചർ ഫോർ ever so many years, for many decades. Even now I fail to convey my full idea through the language I speak. Everybody has that problem. എല്ലാവർക്കും ഉള്ളൊരു പ്രോബ്ലമാണ് ലാംഗ്വേജ് ഫെയിൽസ്. സെക്കൻഡ് എന്ന് പറയുന്നത് നമ്മള് ഉദ്ദേശിച്ച കാര്യം അതുപോലെ നമ്മൾ പറഞ്ഞു, പക്ഷെ അതേ അർത്ഥത്തിൽ കേൾക്കുന്ന ആള് കേട്ടിരിക്കണമെന്നില്ല, മനസ്സിലാക്കണമെന്നില്ല. കാരണം കേൾക്കുന്ന ആളിന്റെ ഉള്ളിൽ ഓൾറെഡി ഒക്യുപ്പൈഡ് ആയിരിക്കുന്നില്ല തോട്ട്. അദ്ദേഹം ഇതാണ് ശരിയെന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുന്ന കാര്യങ്ങളുണ്ട്. ഞാൻ പറയുന്ന കാര്യങ്ങൾ അദ്ദേഹം ശരിയെന്ന് വിശ്വസിച്ചിരിക്കുന്ന കാര്യങ്ങളായിട്ട് കോൺട്രഡിക്റ്റ് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് അദ്ദേഹത്തിന്റെ മനസ്സ് റിഫ്യൂസ് ചെയ്യും. അതെല്ലാവരും അങ്ങനെ, ഞാനും അങ്ങനെ. ഞാൻ ശരിയെന്ന് വിശ്വസിക്കുന്ന കാര്യം പെട്ടെന്ന് ഒരാള് തിരിച്ചു പറയുമ്പോൾ എൻ്റെ മനസ്സ് പെട്ടെന്ന് അതിനെ റിഫ്യൂസ് ചെയ്യും. എന്നെ ജർക്ക് ദ നീ എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത്. ജർക്ക് ദ നീ എന്ന് പറയും ഇംഗ്ലീഷിൽ. പെട്ടെന്ന് കുടഞ്ഞു കളയും. അത് ആരുടെയും കുറ്റമല്ല. അങ്ങനെ. ഇനി മൂന്നാമത്തെ ഒരു കാര്യം ഞാൻ പറയാം. ഓരോ ആളുകളുടെ ബേസിക് അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ ബേസിസിലെ ഒരു വിഷയത്തെ പറ്റി ദൈവം അവർക്ക് റിവീൽ ചെയ്തു. ഒരു കാര്യം തന്നെയാണ്. യേശുക്രിസ്തു ഭൂമിയിൽ ജനിക്കുന്നു. ഈ വിവരം കിഴക്കുള്ള വിദ്വാൻമാർക്ക് നക്ഷത്രം കാണിച്ചു കൊടുത്താ പറയുന്നത്. അപ്പോ തന്നെ യെരുശലേമിലുള്ള ആട്ടിടയന്മാരോട് ദൂതൻ നേരിട്ടു എന്ന് പറയാം. ഒരേ കാര്യമാണ്. എന്തുകൊണ്ടാ? ഈ ആട്ടിടയന്മാരോട് നക്ഷത്രം കാണിച്ച് അവർക്ക് മനസ്സിലാകത്തേയില്ല. അവര് ശ്രദ്ധിക്കത്തില്ല, അവർക്കൊന്നും മനസ്സിലാകത്തില്ല. ഇടയന്മാർക്കോ വിദ്വാൻമാർക്കോ അവർക്ക് ദൂതമെന്ന് പറയണ്ട, അവർക്ക് നക്ഷത്രം കണ്ടാൽ മതി, അവർക്ക് അതിന്റെ പുറകെ പോകാൻ അറിയാം. അപ്പോ ഇവിടെ ഇടയൻ പറയാ, ഞങ്ങളോടൊക്കെ ദൂതന്മാർ നേരിട്ട് പ്രത്യക്ഷപ്പെട്ടു, സംസാരിച്ചു. നീയൊക്കെ വലിയ എന്തുവാ വിദ്വാന്മാരെന്ന് പറഞ്ഞിട്ട് ഒരു ദൂതന് നിങ്ങളോട് ഇതുവരെ സംസാരിച്ചിട്ടുണ്ടോ? അങ്ങനെ പറയരുത്. നമ്മൾക്ക് ഗ്രഹിക്കാൻ കഴിയുന്ന കപ്പാസിറ്റിയിലെ ദൈവം നമുക്ക് ആ കാര്യം വെളിപ്പെടുത്താൻ. അപ്പൊ അതേ കാര്യത്തിന്റെ ഒരു ഹയർ ലെവൽ ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്. അത് നമുക്ക് മനസ്സിലാക്കാൻ ദൈവം നമുക്ക് മനസ്സിലാക്കി തരത്തില്ല. കാരണം നമ്മുടെ ബേസിക് കപ്പാസിറ്റി ആ വിഷയത്തിൽ കുറവാണ്. ഇതിന് ദൈവത്തിന്റെ മൾട്ടിഫെസൈറ്റഡ് വിസ്ഡം എന്ന് പറയും. മൾട്ടിഫെസൈറ്റഡ് വിസ്ഡം. ഒരു കാര്യത്തിൽ ഒരാൾ വളരെ വയസ്സായിരിക്കും, പക്ഷെ അദ്ദേഹം വായിക്കും ഞാനതുകൊണ്ട് വളരെ വയസ്സാണ്. ഒരാളുടെ മെഡിക്കൽ ഡോക്ടർ ആയിരിക്കും, അത് ഇന്റലിജന്റാ.
പക്ഷെ അതേ മെഡിക്കൽ ഡോക്ടർക്ക് ഇമോഷണൽ ഇന്റലിജൻസ് ഉണ്ടായിരിക്കണം എന്നില്ല. ആ കാര്യത്തിൽ ഒരു ഫൂളും ആയിരിക്കും. കണ്ടോ, അയാൾ വളരെ ഫൂളിഷ് ആയിട്ട് ബിഹേവ് ചെയ്യും. അപ്പോൾ തന്നെ അയാൾ മെഡിക്കൽ ഡോക്ടറാണ്, ബട്ട് ഹി ഹാസ് നോ ഇമോഷണൽ ഇന്റലിജൻസ്. അപ്പൊ നമ്മൾ ഒരു വിഷയത്തിൽ നമ്മൾ വളരെ എഡ്യൂക്കേറ്റഡും നമ്മൾ വളരെ പ്രൊഫിഷ്യന്റുമാണെന്നുള്ളതുകൊണ്ട് എല്ലാ വിഷയത്തിലും നമ്മൾ അങ്ങനെ ആയിരിക്കണമെന്നില്ല. അപ്പോൾ പറ്റുന്ന കാര്യം, നമുക്ക് പ്രൊഫിഷ്യൻസി ഇല്ലാത്ത കാര്യത്തിൽ നമ്മുടെ നോളജ് ലെവൽ ബേബി നോളജാണ്. അപ്പം അതിന്റെ ഹയർ ലെവൽ ദൈവം നമുക്ക് റിവീൽ ചെയ്ത് തരത്തില്ല. കാര്യം അത് വിത്ത്സ്റ്റാൻഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി നമുക്കില്ലെന്നറിയാം. ഇതുകൊണ്ടാണ് ഞാൻ നമ്മുടെ ട്രിനിറ്റിയുടെ ക്ലാസ്സിൽ പറഞ്ഞത്, നമ്മളുടെ ലിമിറ്റ്സ് ആണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. വലിയ വലിയ കാര്യങ്ങളൊക്കെ പഠിക്കാൻ പോകുന്നതിന് മുമ്പ് ഹു ആർ വി ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ് ഇറ്റ് എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ഈ ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ്ങിലായിരിക്കണം നിങ്ങൾ എൻ്റെ എല്ലാ ക്ലാസ്സുകളിലും ഇരിക്കേണ്ടത്. ചില കാര്യങ്ങൾ എൻ്റെ റിസർച്ച് സബ്ജക്റ്റാണ്, അതിലെനിക്ക് വളരെ അതോറിറ്റേറ്റീവായിട്ട് പറയാൻ കഴിയും, യെസ് ഇറ്റ് ഈസ് ലൈക്ക് ദാറ്റ്. ചില കാര്യങ്ങൾ എൻ്റെ ബൈ പ്രോഡക്റ്റാണ്. എന്ന് പറഞ്ഞാൽ വഴി കിട്ടിയ തേങ്ങ ഗണപതിക്ക് അടിച്ചു പറഞ്ഞവല്ല. അയാൾ തെങ്ങ കയറി പറിച്ചിട്ട തേങ്ങയോ വിലയ്ക്ക് മേടിച്ച തേങ്ങയോ അല്ല. ആ പോയ വഴിക്ക് തേങ്ങ കിട്ടി, അത് അപ്പുറത്തുള്ള ഗണപതി ക്ഷേത്രത്തിൽ അടിക്കുകയും ചെയ്തു. ഈ നമ്മൾ ഈ റിസർച്ച് ചെയ്ത് പോകുമ്പോൾ അതുമായിട്ട് അനുബന്ധമായ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ വരും, റീഡിങ്ങിലും സ്റ്റഡിയിലും ഒക്കെ വരും. ചിലത് വർത്ത് മെൻഷനിങ്, ചിലത് വർത്ത് മെൻഷനിങ് അല്ല, വർത്ത് മെൻഷനിങ്ങേ അല്ല. ഈ വർത്ത് മെൻഷനിങ് അല്ലാത്ത ഒരുപാട് കാര്യങ്ങളുള്ള ഒരു ലോകമാണ് ജൂയിഷ് വേൾഡ്. അവിടെ കാണുകയും വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളും മറ്റുള്ളവരോട് പറയാൻ പാടില്ല. ദാറ്റ് ഈസ് അബ്സല്യൂട്ട്ലി മിസ്ലീഡിങ് ആണ്. ചില കാര്യങ്ങൾ വർത്ത് മെൻഷനിങ്, ഫോളോയിങ് അല്ല, വർത്ത് മെൻഷനിങ്. കാരണം ചിലപ്പോൾ നമ്മളെ ഒരുപാട് ഗൈഡ് ചെയ്യും ആ കാര്യങ്ങൾ. അപ്പൊ ഞാന് നമ്മുടെ ഈ ക്രിയേഷൻ കമ്പോണന്റിനെ പറ്റി പറഞ്ഞപ്പോൾ എസർ ഹാരായും എസർ തോവും എന്ന രണ്ട് കാര്യം പറഞ്ഞു. അതിനു മുമ്പ് ഞാൻ പറഞ്ഞ വേറൊരു കാര്യം, ഈ കുട്ടിയുടെ ജനനത്തിൽ റുവാക്ക് എങ്ങനെ വരുന്നു എന്നുള്ളതാണ്. അത് ശ്രദ്ധിച്ചോണേ. ഇപ്പം ദേഹം, ദേഹി, ആത്മാവ്, ഇത് മൂന്നാണ്. ഒന്നല്ല, ഡെഫിനറ്റ്ലി ഒന്നല്ല. ഇത് നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം. കാരണം ദേഹത്തിന് ജീർണതയുണ്ട്, മരണമുണ്ട്. ദേഹിക്ക് ബലഹീനതയുണ്ട്, ആത്മാവിന്റെ ഡിവൈൻ പാർട്ടുമാണ്. So these three are different. Jewish തൽമൂദ് പറയുന്നത് ഒരു കൺസംപ്ഷന് ശേഷം 3 മാസം കഴിയുമ്പോൾ റുവാക്ക് ഈ കുഞ്ഞിന്റെ, ഈ അമ്മയുടെ അകത്ത് വന്ന് ഈ കുഞ്ഞിനുള്ളിൽ പ്രവേശിക്കുന്നു. അത് അവരുടെ ഒരു അണ്ടർസ്റ്റാൻഡിങ് ആണ്. അത് എൻ്റെ ഫൈൻഡിങ് അല്ല, എൻ്റെ റിസർച്ചുമല്ല. അതുകൊണ്ട് ഞാൻ അത് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നില്ല. ഐ എം നോട്ട് ട്രൈങ് ടു എസ്റ്റാബ്ലിഷ് ഇറ്റ്. അത് നിങ്ങൾക്കത് ഒരു ഹിയർസേ ആയിട്ട് എടുത്തുവെച്ചാൽ മതി, ഒരു ഹിയർസേ ആയിട്ട്. അല്ലാതെ 3 മാസം കഴിഞ്ഞിട്ടേ വരത്തുള്ളൂ എന്നുള്ള രീതിയിൽ നിങ്ങൾ എടുക്കാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഒരു ഹിയർസേ ആണ്, അങ്ങനെ അതിൽ കൂടുതൽ നിങ്ങൾ കാണണ്ട. യു ഡോണ്ട് ഹാവ് ടു സീ ഇറ്റ് ബിയോണ്ട് ദാറ്റ്. അല്ലെങ്കിൽ ബാബു ജോന്റെ ഒരു ടീച്ചിങ് ആയിട്ടോ അല്ലെങ്കിൽ എവിടുന്ന് ഞാൻ കണ്ടെത്തിയ ഒരു കണ്ടെത്തലായിട്ടോ ഒന്നും നിങ്ങൾ കാണുക. അതൊരു ഹിയർസേ ആണ്. ടേക്ക് ഇറ്റ് ഓൺലി ഇൻ ദാറ്റ് സെൻസ്. ഇനി രണ്ടാമത്തെ കാര്യം, നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് കൺസീവ്ഡ് ആകുന്നത് സാധാരണ ഹ്യൂമൻ ബീയിങ് കൺസീവ്ഡ് ആകുന്നത് പോലല്ല. അതിനെ നമുക്ക് ആരുമായിട്ട് കമ്പയർ എടുക്കത്തില്ല. അവിടെ ഒരു സ്ത്രീയുടെ എഗ് അതിൽ സ്പ്ലിറ്റായി ഒരു ശിശുവായി മാറുക. ഈസ് ഇറ്റ് എ സയന്റിഫിക് പ്രോസസ്? ഡസ് സയൻസ് എക്സ്പ്ലെയിൻ ഇറ്റ്?
സയൻസിന് അതിനെപ്പറ്റി എന്തെങ്കിലും പറയാനുണ്ടോ? നിങ്ങൾക്കത് അറിയണമെന്ന് ആഗ്രഹമുണ്ട്. നമ്മുടെ ഈ മാസം തന്നെ യേശു ക്രിസ്തുവിന്റെ ജനനം എന്ന വിഷയത്തെ പറ്റി നമ്മൾ ക്ലാസ് എടുക്കുന്നുണ്ട്. കാരണം ബേത്ലഹേം ടു മൗണ്ട് ഒലീവ് എന്നുള്ള നമ്മുടെ പ്രധാന വിഷയമായതുകൊണ്ട് ഈ കന്യക ഗർഭിണിയായി മകനെ പ്രസവിക്കും എന്ന് പറയുന്നത് ഒത്തിരി പേരും ചരിത്രത്തിൽ വിചാരിച്ചിരിക്കുന്നത് യേശു ക്രിസ്തു മാത്രമേ കന്യക ഗർഭിണിയായി പ്രസവിക്കപ്പെട്ടിട്ടുള്ളൂ എന്നാണ്. യേശു ക്രിസ്തു മാത്രം. ചരിത്രത്തിൽ വേറെ ആരെങ്കിലും ഏതെങ്കിലും സ്ത്രീ ഒരു പുരുഷ ബന്ധമില്ലാതെ, അതായത് ഔട്ട്സൈഡിൽ നിന്ന് ഒരു സ്പേം അവളുടെ ഉള്ളിൽ വരാതെ പ്രഗ്നന്റ് ആയിട്ടുണ്ടോ? വാട്ട് ഡസ് സയൻസ് സേ അബൌട്ട് ഇറ്റ്? നമ്മൾ അതിനെപ്പറ്റി നമ്മുടെ ആ വിഷയം വരുന്നുണ്ടെന്ന് കാണുന്നുണ്ട്. ഇപ്പൊ നമ്മൾ ഇവിടെ ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത് ദേഹം ദേഹി ആത്മാവ് മൂന്നാണ്. അതിൽ റുവാഖ് ലാസ്റ്റിൽ വന്ന് 3 മാസം ആകുമ്പോഴേ ഇതിൽ കയറുന്നുള്ളൂ എന്ന കാര്യം ജൂവിഷ് സ്റ്റഡീസിൽ അങ്ങനെ പറയുന്നു. നമ്മുടെ വിശ്വാസത്തെ ബാധിക്കുന്നതായി, നമ്മുടെ ക്രിസ്തീയ വിശ്വാസത്തെയോ നമ്മുടെ രക്ഷയെയോ ആത്മീയ ജീവിതത്തെ ബാധിക്കുന്ന കാര്യമല്ല. അതൊരു ഹിയർസേ ആയിട്ട് മാത്രം നിങ്ങൾ കണ്ടെച്ചാൽ ഡോണ്ട് ടേക്ക് ഇറ്റ് മോർ ദാൻ ദാറ്റ്. പക്ഷെ അതിനകത്ത് ഒരു ഇനെക്സ്പ്ലിക്കബിൾ ആയ എലമെന്റ്. ആ ഇനെക്സ്പ്ലിക്കബിൾ എലമെന്റ് എന്ന് പറഞ്ഞാൽ ഞാൻ രഹസ്യത്തിൽ ഉണ്ടാക്കപ്പെടുകയും ഭൂമിയുടെ അധോഭാഗങ്ങൾ നിർമ്മിക്കപ്പെടുകയും ചെയ്തപ്പോൾ എന്ന് പറയുന്നത് എന്താണ്? അതാണ് ഞാൻ സ്പെസിഫൈ ചെയ്തത്. അതാണ് ഞാൻ സ്പെസിഫൈ ചെയ്ത കാര്യം. അത് നിങ്ങൾ വളരെ ഓർത്തിരിക്കണം. ദാറ്റ്സ് വൺ തിങ് ഐ വാണ്ട് ടു റിമൈൻഡ് യു ഓഫ്. അതിനിപ്പോ അതുകൊണ്ട് സോ ഡോണ്ട് ബി ടു മച്ച് ബോതേർഡ് അബൌട്ട് ദ 3 months issue. You can take it or you can reject it. That doesn't affect our faith. നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തെ, വിശ്വാസത്തെ ബാധിക്കുന്ന ഒരു കാര്യമല്ല. ഇനി അടുത്ത കാര്യം ഞാൻ പറയാം. യത്സർ ഹാരായും യത്സർ തോവും എന്ന 2 എലമെന്റിന്റെ കോമ്പിനേഷനാണ് ക്രിയേഷൻ എന്ന് പറയുന്നത്. 2 എലമെന്റിന്റെ കോമ്പിനേഷനാണ് ക്രിയേഷൻ. യത്സർ ഹാര എന്നൊരു ഘടകം, യത്സർ തോവ് എന്ന വേറൊരു ഘടകം. ഈ വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടോ. ഞാൻ ഹാരായെന്നും തോവെന്നും അല്ല പറഞ്ഞു. ഹാരായെന്നും തോവ് എന്നുമാണ് പറഞ്ഞെങ്കിൽ ഹാര ഈവിൾ, തോവ് ഗുഡ്, നന്മ. ഇത് രണ്ടും ദൈവത്തിൽ വരും എന്നല്ലേ എൻ്റെ അർത്ഥം? ഹാരായും തോവും ദൈവത്തിൽ നിന്ന് വരും. നന്മയും തിന്മയും ദൈവത്തിൽ നിന്ന് വരും. ദുഷ്ടതയും സൽക്കർമ്മവും ദൈവത്തിൽ നിന്ന് വരും എന്നല്ലേ എൻ്റെ അർത്ഥം? അങ്ങനെ പറഞ്ഞാൽ നമ്മൾ ദൈവത്തെ പറ്റി വളരെ തെറ്റായ കാര്യമാണ് പറയുന്നത്. കാരണം ദൈവത്തിൽ ഇരുളില്ല, ദൈവത്തിൽ തിന്മയില്ല. ഇല്ല, ദൈവത്തിൽ തിന്മയില്ല. അപ്പൊ ദൈവത്തിൽ നിന്നാണ് ഹാരായും തോവും വരുന്നത് എന്ന് പറയരുത്. അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല. അങ്ങനെ നിങ്ങൾ എടുക്കരുത്. എടുത്താൽ ഈ വിശുദ്ധ തിരുവെഴുത്തുകളും അതിൽ പറഞ്ഞിരിക്കുന്ന ഏകസത്യതയും നിസ്തുല്യമാണെന്ന് തെളിയിക്കാനിരിക്കുന്ന ഞാൻ എന്ത് തെളിയിക്കാനിരിക്കുന്നു? അതിനെതിരായ കാര്യം ഞാൻ പറഞ്ഞു എന്നേ വരുന്നു. സോ ഡോണ്ട് ടേക്ക് ഇറ്റ്. ഹാരായും തോവും ദൈവത്തിൽ നിന്ന് വരുന്നു എന്ന് അല്ല ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് യത്സർ ഹാരായും യത്സർ തോവുമാണ്. യത്സർ ഹാരായും യത്സർ തോവുമാണ്. എന്താ ഇതിന്റെ വ്യത്യാസം? ഈ ദൈവം സൃഷ്ടിച്ച ഈ ക്രിയേഷനിൽ ഒരു ഇൻക്ലിനേഷൻ ഉണ്ട്, ഒരു പ്രവണതയുണ്ട്. എന്തിനുള്ള പ്രവണത? ഹാര തെറ്റ് ചെയ്യാനുള്ള പ്രവണത. അതുപോലെ എന്തുകൊണ്ട്? ധോവ് നന്മ ചെയ്യാനുള്ള പ്രവണതയുണ്ട്. ഈ യത്സറാണ് അതിനകത്തെ പാർട്ടുകൾ എന്ന് പറയുന്നത്. ആ യത്സർ എന്ന പാർട്ടുകളിൽ 2 ഘടകങ്ങളുണ്ട്. ഒന്ന് നന്മ ചെയ്യാനുള്ള ഇൻക്ലിനേഷൻ,
അതിന് യത്സർ തോവൻ. 2, തിന്മ ചെയ്യാനുള്ള ഇൻക്ലിനേഷൻ, അതിന് യത്സർ ഹാര എന്ന് പറയും. ഇത് നമ്മുടെ മനസ്സിൽ കിടക്കണം, ഇതിങ്ങനെ മനസ്സിൽ കിടക്കണം. ഇനി നമ്മൾ നമ്മുടെ ഈ ലെസൺ കഴിഞ്ഞാൽ നമ്മൾ പോകുന്നത് എങ്ങോട്ടാണെന്നറിയാമോ? ഇത് കഴിഞ്ഞ് നമ്മൾ പോകുന്നത് സാൽവേഷൻ മാനിഫെസ്റ്റോയിലോട്ടാണ്. സാൽവേഷൻ മാനിഫെസ്റ്റോയോട് പോകുമ്പം ഈ കാര്യം എങ്ങനെയാണ് വർക്കൗട്ട് ചെയ്യുന്നുള്ളത് നമ്മൾ ശ്രദ്ധിച്ചോണം. ഐ വിൽ ബി എക്സ്പ്ലെയിനിങ് ഇറ്റ്. അപ്പം നിങ്ങൾക്ക് മനസ്സിലാകും ഇതെങ്ങനെയാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പം ഞാൻ ഒരു പ്രാവശ്യം കൂടെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ കാര്യം സ്ഥിരീകരിക്കുകയാണ്. ദൈവത്തിൽ തിന്മ ഉണ്ട് എന്നല്ല ഞാൻ പറഞ്ഞത്. ദൈവത്തിൽ തിന്മയില്ല, ഇല്ല. ദൈവം സൃഷ്ടിച്ച എല്ലാ ക്രിയേഷനിലും എന്തുകൊണ്ട്? യത്സർഹാരായും യത്സർത്തോവും ഉണ്ട്. നന്മ ചെയ്യുന്നതിനും തിന്മ ചെയ്യുന്നതിനുമുള്ള ഇൻക്ലിനേഷൻ ഉണ്ട്. ഇനി അവർ നന്മ ചെയ്യുന്നതും തിന്മ ചെയ്യുന്നതും it is up to them and left with them, not with God. അവർ നന്മ ചെയ്യുന്നതും തിന്മ ചെയ്യുന്നതിനും ഉത്തരവാദി ദൈവം അല്ല, ദൈവം അല്ല. അതാണ് ഞാൻ യിരെമ്യാവ് 18 കൊണ്ടുപോയത്. ഈ പിണ്ഡം കുശവന്റെ കയ്യിൽ നിന്ന് വീഴുക, കുശവന്റെ അശ്രദ്ധ കൊണ്ട് വീണുപോയി എന്നല്ല. അങ്ങനെ ആണെങ്കിൽ അത് അവിടെ എഴുതി കുശവന്റെ ഇറസ്പോൺസിബിലിറ്റി കൊണ്ടാണ്. പലപ്പോഴും ഈ ലോകത്തിന്റെ ദൈവം എന്നറിയപ്പെടുന്ന സാത്താന്റെ ഇഷ്ടം ഇവിടെ നടക്കുന്ന സകല തെറ്റായ കാര്യങ്ങളും ദൈവമാണ് ചെയ്യുന്നത് എന്ന് വരുത്തി തീർക്കുന്നതിനാണ്. 2005 സുനാമി നിങ്ങൾ ഓർക്കുന്നുണ്ടെന്ന് എൻ്റെ വിശ്വാസം. ആ സുനാമി ഉണ്ടായി, ഒരുപാട് ആളുകൾ മരിച്ചപ്പോൾ അന്ന് ആർച്ച് ബിഷപ്പ് ഓഫ് കാൻറ്റർബറി ആയിരുന്ന റോവൻ വില്യംസ് പറഞ്ഞു, ദൈവം ഉണ്ടോ എന്നൊരു സംശയം എനിക്ക് ഇതുവരെ ഉണ്ടായിരുന്നു, ഇപ്പോഴാ സംശയം മാറിക്കിട്ടിയത്. ദൂരെ നല്ല ഇടയൻ, വലിയ ഇടയൻ പറഞ്ഞെന്നറിയാമോ? ദൈവം ഉണ്ടോ എന്നൊരു സംശയം എനിക്ക് പണ്ടുണ്ടായിരുന്നു, ഇപ്പൊ പൂർണ്ണമായി മാറിക്കിട്ടും. ഈ പുള്ളി മാറാട് കണ്ണു വെച്ച് പ്രസംഗിക്കാൻ വരുമായിരുന്നു കേട്ടോ. അതായത് ഇപ്പൊ ദൈവമില്ലെന്നുള്ള ഉറപ്പായി. റോവൻ വില്യംസ് പരസ്യമായിട്ട് പറഞ്ഞതാ, ദൈവം ഉണ്ട് എങ്കിൽ, നിങ്ങൾ പറയുന്ന സർവശക്തനായ സർവ്വതും സാധിക്കുന്ന ദൈവം ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് സുനാമി സംഭവിച്ചു? എന്തുകൊണ്ട് ആയിരക്കണക്കിന് ആളുകൾ തകർന്നു പോയി? നിങ്ങൾ പറയുന്ന സകലവും സാധിക്കുന്ന ദൈവം ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് കൊറോണ വരുന്നു? ദൈവത്തിനങ്ങ് തടഞ്ഞാൽ മതിയല്ലോ, അല്ലേ? അപ്പൊ ഇതെല്ലാം വരുത്തുന്ന ദൈവമാണ്. ഇതെല്ലാം എല്ലാ ദുഷ്ടതകളും ദൈവമാണ് വരുത്തുന്നത് എന്ന് ദൈവത്തിന്റെ മണ്ടയ്ക്ക് കുറ്റം പറയുന്നതിന് ഉള്ള ഒരു പ്രവണത, ഒരു ടെൻഡൻസി ലോകമനുഷ്യരുടെ ഇടയിലും ദൈവമക്കൾ എന്ന് പറയുന്ന ആളുകളുടെ ഇടയിൽ പോലും അറിയാതെ സാത്താൻ കുത്തി കൊണ്ട് വെച്ചിരിക്കുകയാണ്. So don't ever say that God brought it. ദൈവമാണ് അത് ചെയ്തത് എന്ന് പറയരുത്. തെറ്റാണ്. കളിമണ്ണ് കുശവന്റെ കയ്യിൽ നിന്ന് വീണുപോയത് അത് കളിമണ്ണിന്റെ തെറ്റാണ്, കുശവന്റെ തെറ്റ് അല്ല. കുശവന് പിന്നെയും കളിമണ്ണിനോട് കരുണ തോന്നിയിട്ട് അതിനെ എടുത്ത് വേറൊരു പാത്രമാക്കുകയാണ്. ഇവിടെയാണ് നമ്മൾ നിൽക്കേണ്ട ഒരു കാര്യം. അപ്പോ നമ്മുടെ ബേസിക് ക്വസ്റ്റ്യൻ എസർഹാരായും എസർത്തോവും ഇതിലേത് ആക്ടിവേറ്റ് ആകുന്നു അതിനനുസരിച്ച് ആ മനുഷ്യൻ ജീവിക്കും. ഏത് കൂടുന്നോ ഏത് കുറയുന്നോ അതിനനുസരിച്ച് ആ മനുഷ്യൻ ജീവിക്കത്തുള്ളൂ. അതിൻ്റെ ഏറ്റക്കുറച്ചിലുകളാണ് മനുഷ്യന്റെ ജീവിതത്തെ നിർണയിക്കുന്ന ഫാക്ടർ. അതിൽ ദൈവം ഇടപെടുന്നില്ല. കാരണം ദൈവം ഇടപെട്ടാൽ മനുഷ്യൻ ഒരു യന്ത്രം മാത്രമാകും. ദൈവം എസർത്തോവിന്റെ സ്വിച്ച് ഓൺ ചെയ്തു, അവൻ പിന്നെ ഇപ്പോ ഒരു സ്വോത്രം മാത്രം പറഞ്ഞിട്ട്. ദൈവം എസർഹാരയുടെ സ്വിച്ച് ഓൺ ചെയ്തു,
അവൻ പിന്നെ ദുഷ്ടത മാത്രം കാണിച്ചുകൊണ്ടിരിക്കും. അവന്റെ കുഴപ്പമില്ല. അവൻ പറയും ഞാൻ കള്ളുകുടിയനും വ്യഭിചാരിയും ദുഷ്ടനും മോഷ്ടാവായി തീർന്ന് ദൈവം എന്നെ അങ്ങനെ ആക്കിയതുകൊണ്ടാ. മറ്റേ പുള്ളി വലിയ പരിശുദ്ധനായത്, വലിയ മാർപ്പാപ്പായത് ദൈവം അങ്ങനെ ആക്കിയത് കൊണ്ടാ. എന്നെ അങ്ങനെ ആക്കിയായിരുന്നെങ്കിൽ ഞാനും ഒരു പരിശുദ്ധനായി കർദിനാളായിട്ട് ജീവിക്കുമായിരുന്നു, ആർച്ച് ബിഷപ്പായിട്ട് ജീവിക്കുമായിരുന്നു. എന്നെ അങ്ങനെ ആക്കിയില്ല. എന്നെ ഇങ്ങനെ ആക്കിയത് എന്റെ കുഴപ്പമാണ്. എന്റെ ദൈവം എന്നെ ഇങ്ങനെ സൃഷ്ടിച്ചത്. എന്റെ കുഴപ്പം ആണോ ഞാൻ ഇങ്ങനെ സൃഷ്ടിക്കപ്പെട്ടത്? എന്റെ കുഴപ്പം ആണോ ഞാൻ ഇങ്ങനെ ആയത്? Whose mistake is it that I am like this? ഞാൻ മോശമായത് ആരുടെ ഉത്തരവാദിത്തമാണ്? ആര് കാരണമാണ്? ഞാൻ അതിന് ആൻസർ പറയാൻ പോവാ. ഒന്ന്, ദൈവം കാരണമല്ല. ദൈവം കാരണം അല്ല. ദൈവം കാരണം അല്ല. പിന്നെ ആരാ കാരണമായത്? രണ്ട് റീസൺസ് ആണ് ഇനി ബാക്കി വരുന്നത്. ഒന്നാമത്തെ റീസണ് ജനറ്റിക് അല്ലെങ്കിൽ നേച്ചർ. രണ്ടാമത്തതിന് സർക്കംസ്റ്റാൻഷ്യൽ അല്ലെങ്കിൽ നർച്ചർ എന്നും പറയും. അപ്പൊ ഒന്നിന് ജനറ്റിക് അല്ലെങ്കിൽ നേച്ചർ എന്നും രണ്ടാമത്തതിന് സർക്കംസ്റ്റാൻഷ്യൽ അല്ലെങ്കിൽ നർച്ചർ എന്നും പറയും. അപ്പൊ ഒന്ന് ജന്മനാ ഉള്ളത്, രണ്ട് സാഹചര്യങ്ങൾ അങ്ങനെ ആയതുകൊണ്ട്. സാഹചര്യങ്ങൾ അങ്ങനെ ആയതുകൊണ്ട് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. ദൈവം ഒരു സ്ത്രീയുടെയും പുരുഷന്റെയും സകല പ്രൊക്രിയേറ്റീവ് കപ്പാസിറ്റിയും തീരുന്നത് വരെ അവരെ ജീർണതയ്ക്ക് ഏൽപ്പിച്ചു. അവരുടെ ശരീരം നിർജീവത്വം ഗ്രസിച്ചു. നിർജീവത്വം ഗ്രസിച്ചു കഴിഞ്ഞിട്ട് അവർക്കൊരു മോനുണ്ടായി. ആ മോന്റെ പേര് ഇസഹാക്ക് എന്നായിരുന്നു. ഇസഹാക്കാണ്. ആ ഇസഹാക്കിന്റെ പ്രത്യേകത ആ വ്യക്തിയിൽ യസർ ഹാരായുടെ അളവ് വളരെ കുറവാണ്. യസർ ഹാരായുടെ അളവ് വളരെ കുറവാണ്. അത് ജനറ്റിക് റീസണാണ്. There is no other reason behind it. ഇനി ഇതേ കുടുംബത്തിൽ ഇവന് വർഷങ്ങൾക്ക് മുമ്പ് വേറൊരുത്തൻ ജനിച്ചു. അവനെ അപ്പന് ഒരുപാടങ്ങ് സ്നേഹിച്ചതാണ്. പക്ഷെ അവൻ പരിഹാസിയാണ്. അവനെ അവന്റെ അമ്മയെ ആ വീട്ടിൽ നിന്ന് ഇറക്കിക്കളയാൻ കാരണം അവന്റെ സ്വഭാവം. Where did he get it from? അബ്രഹാമിൽ നിന്നാണോ? I don't think so. സാറായെ കാണുന്നതിന് I don't think so. അത് ആ ഒരു മാനുഫാക്ചർ. I have no explanation for that. വേണേ ഒരു എക്സ്പ്ലനേഷൻ തരാം. ഇപ്പൊ ഇവിടെ അതിന്റെ ആവശ്യമില്ല. ഇനി നമ്മള് യോസേഫിനെ വന്നേ. ഇതും അങ്ങനെ ഒരു റെയർ സ്പീഷീസാണ്. അറ്റ് ദ ത്രോബ് ഓഫ് യൂത്ത്, അല്ലെ? യൗവനം അങ്ങോട്ട് മുട്ടി മുളയ്ക്കുന്ന എന്ത് തെറ്റിനും ശരീരം തയ്യാറായി നിൽക്കുന്ന സമയത്താണ് പൊത്തിഫേറിന്റെ ഭാര്യ ഇവനെ കടന്നു പിടിക്കുന്നത്. ഉടുപ്പ് കൊടുത്തിട്ട് ഒറ്റ ഓട്ടമാ. ജോസഫിന്റെ ബാക്കി മക്കൾ ആരായിരുന്നെങ്കിലും ഇവളുടെ കൂടെ അങ്ങ് പൊറുതി ആരംഭിച്ചത്. ആലോചിച്ച് നോക്കിയേ. ഒരേ അപ്പന്റെ മക്കളാ. ഇവിടെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയാത്ത ഒരു ജനറ്റിക് റീസൺ ഉണ്ട്. പക്ഷെ ആ ജനറ്റിക് റീസണെ നമുക്ക് ഇങ്ങനെ മാത്രമേ കാണാൻ കഴിയുള്ളൂ. എങ്ങനെയാ കാണാൻ കഴിയുന്നത്? അതിനകത്ത് ദൈവത്തിന്റെ ഒരു സോവറീൻ ഇന്റർഫിയറൻസ് ഉണ്ട്. ഇന്റർഫിയറൻസ് ഓഫ് ഡിവൈൻ സോവറീനിറ്റി എന്ന് പറയും.
കാരണം ദൈവം ഒരു പേർപ്പസിന് വേണ്ടി ഒരു ടൈപ്പ് ആയി കണ്ടവരാണ്. ലോക ചരിത്രത്തിൽ അല്ലെ വേദപുസ്തകത്തില് 1-2 പേരേ അങ്ങനെയുള്ളൂ. യേശു ക്രിസ്തുവിന്റെ ടൈപ്പ് അല്ലെങ്കിൽ സാമ്യരൂപമാണ്, ആർക്കേ ടൈപ്പാണ്. അവരാകാൻ നമുക്ക് ആർക്കും പറ്റത്തില്ല. അവരുടെ സ്വഭാവം കിട്ടാൻ പ്രാർത്ഥിക്കാൻ മാത്രമേ പറ്റത്തുള്ളൂ. സത്യമായിട്ട് പറയാം, എനിക്ക് 10-35 വയസ്സുള്ളപ്പോൾ എൻ്റെ അപ്പൻ എന്നെ പിടിച്ചു വിട്ടിക്കൊണ്ട് കൊല്ലാൻ കൊണ്ടുപോയാൽ ഒരു കാരണവശാലും ഞാൻ പോകത്തില്ല. അപ്പനെ എന്തെല്ലാം പറഞ്ഞ് എന്നെ വിശ്വസിപ്പിച്ചാൽ എന്നെ പിച്ചാത്തി കൊണ്ട് വെട്ടിക്കൊല്ലാൻ ഞാൻ സമ്മതിക്കത്തില്ല, ഒരു സംശയമില്ല. ഇനി നമുക്ക് ദാനിയേലിനെ എടുക്കാം. സിംഹ കുഴി പോവുക, എടാ 30 ദിവസത്തേക്ക് അങ്ങ് പ്രാർത്ഥിക്കാതിരുന്ന പോരെ, അത് കഴിഞ്ഞാൽ പിന്നെ പ്രാർത്ഥിക്കുന്നു. 30 ദിവസം പ്രാർത്ഥിച്ചില്ല എന്ന് കണ്ട കുഴപ്പമുണ്ട്, ദൈവം അങ്ങ് ഹോളിഡേയ്സിന് പോകാൻ അത് റിട്ടയർ ചെയ്ത് പോവാണ്, അത് കഴിഞ്ഞ് പ്രാർത്ഥിക്കാം, നമുക്ക് കുഴപ്പമില്ലല്ലോ എന്ന് കണ്ടോ. ഞാൻ ചിലപ്പോൾ ഞാനായിരുന്നു അങ്ങനെ ചിന്തിക്കുന്നുണ്ടായിരുന്നു. ഇവരൊക്കെ ചില എക്സെപ്ഷണൽ സ്പീഷീസാണ്. നമുക്ക് എന്താ ചെയ്യാൻ കഴിയുന്നത്? അവരുടെ ആ ക്യാരക്ടറിസ്റ്റിക്, ആ സ്വഭാവ സവിശേഷത നമ്മൾക്ക് കിട്ടണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ കഴിയുന്നു. അവരാകാൻ നമുക്ക് കഴിയത്തില്ല, അവരാകാൻ നമുക്ക് കഴിയത്തില്ല. അപ്പോ ചിലര് ബൈ ബർത്ത് ഒരു സ്പെഷ്യൽ സ്പീഷീസാണ്. അങ്ങനെ ആകാൻ കാരണം ദൈവം തന്റെ സോവറീനിറ്റിയിൽ എടുത്ത ചില കാര്യങ്ങളാണ്. കാരണം തൻ്റെ ക്രിയേഷൻ തനിക്കുള്ള രീതിയിൽ തൻ്റെ സോവറീനിറ്റി വെച്ച് തൻ്റെ ഇഷ്ടത്തിന് തിരിക്കാൻ ദൈവത്തിന് അൺക്വസ്റ്റ്യനബിൾ ആയ ഒരു പവർ ഉണ്ട്. അതാണ് റോമാലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞിരിക്കുന്നത്. കുശവന് കളിമണ്ണിൽ ഒരു പാത്രം മാനകാര്യത്തിനും മറ്റൊരു കാര്യം അപമാനത്തിനും നിർമ്മിക്കുന്നതിന് കളിമണ്ണിന്മേൽ അധികാരമില്ലേ? ദൈവം തന്റെ കോപം കാണിപ്പാനും ശക്തി വെളിപ്പെടുത്താനും യഹൂദന്മാരിൽ മാത്രമല്ല ജാതികളിൽ നിന്ന് തിരഞ്ഞെടുത്ത കോപപാത്രങ്ങളായ നമ്മിൽ തന്റെ തേജസ്സിന്റെ ധനം വെളിപ്പെടുത്താൻ ഉദ്ദേശിച്ചു. അതുകൊണ്ട് നാശയോഗ്യമായ കോപപാത്രങ്ങളെ ദീർഘക്ഷമയോടെ സഹിച്ചു. ഇത് ദൈവത്തിന്റെ സോവറിനിറ്റിയാണ്. ആ സോവറിനിറ്റി നമുക്ക് ആർക്കും ചോദ്യം ചെയ്യാൻ പറ്റില്ല. നമ്മുടെ മനസ്സിൽ പോലും അങ്ങനൊരു ചിന്ത വരികയാണെങ്കിൽ അത് ദൈവഹിതമല്ല എന്ന് മനസ്സിലാക്കി ആ ഒരു തോട്ടിനെ ശാസിച്ചേക്കണം. നോ, അത് ദൈവഹിതമല്ലാത്ത ചിന്തയാണെന്ന് പറയണം. ഞാൻ പറഞ്ഞ ജനറ്റിക് കാര്യമാണ്. ഈ ജനറ്റിക്കിലെ രണ്ടാമതൊരു കാര്യമുണ്ട്. ഈ ജനറ്റിക്കിലെ രണ്ടാമത് കാര്യം എന്ന് പറഞ്ഞാൽ വാട്ട് സോർട്ട് ഓഫ് ഇൻഫ്ലുവൻസ് the parents bring into the child when the child is a fetus. ഇവിടെ ഞാൻ നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ അക്സെപ്റ്റ് ചെയ്യാം, ഇല്ലെങ്കിൽ വേണ്ട. വേറൊരു ജൂവിഷ് കോൺസെപ്റ്റ്, ഒരു തിയറി അല്ല കേട്ടോ, ജൂവിഷ് കോൺസെപ്റ്റാണ്. ജൂവിഷ് കോൺസെപ്റ്റ് ഉണ്ടെന്നറിയാം. ഈ 3-ാമത്തെ മാസത്തിൽ റുവാഖ് ഈ കുട്ടിയുടെ അടുത്ത് വന്നാൽ അത് മുതൽ ഏഞ്ചലിക് പ്രസൻസ് ഉണ്ടെന്ന് ഈ വയറ്റിനകത്ത്. കുഞ്ഞിന് ഡിവൈനായ വിസ്ഡം ഈ ഏഞ്ചൽസ് പറഞ്ഞു കൊടുക്കുകയാണ്. ഇത് ജൂവിഷ് കോൺസെപ്റ്റാണ്, നിങ്ങൾ അത് വിശ്വസിക്കൊന്നും വേണ്ട. എന്നിട്ട് ഈ പ്രസവ സമയത്ത് ഇതങ്ങ് പോവുക, ഈ ഏഞ്ചൽ അങ്ങ് പോവുക. ഈ പോയി എന്ന് മാർക്ക് കാണിക്കാൻ വേണ്ടി ഈ കുഞ്ഞിന് ഒരു അടി കൊടുക്കും, ഒരു തോണ്ട് കൊണ്ടു. അതെവിടാ തോന്നുന്നറിയാമോ? അതിന്റെ മുകൾ ചുണ്ടിന്റെ നടുക്ക ഇവിടെ ഇങ്ങനെ. ആ തോണ്ട് കാരണം ആ ജനിക്കുന്ന കുഞ്ഞിന്റെ ആ ഭാഗത്ത് നോക്കിയാൽ വ്യക്തമായിട്ട് ആ പാട് കാണാം, വ്യക്തമായ അടയാളം കാണാം. അത് യഹൂദന്മാർ ഇപ്പോഴും അങ്ങനെ വിശ്വസിക്കുക. യഹൂദന്മാർ ഇപ്പോഴും അങ്ങനെ വിശ്വസിക്കാൻ കാരണം അവിടെ ജനിക്കുന്ന എല്ലാ കുഞ്ഞിന്റെയും പ്രകടമായ ഒരാള് അവിടെ പ്രസ് ചെയ്ത് അടിച്ച അല്ലെങ്കിൽ
വേദനിപ്പിച്ച, പ്രസ് ചെയ്ത, ടച്ച് ചെയ്ത ഒരു സ്ട്രോങ് ടച്ച് മാർക്ക് കാണാം അവരുടെ എല്ലാ കുഞ്ഞുങ്ങളെയും. ഇനിയും ഈ ജൂബിഷ് ലിറ്ററേച്ചർ ഒരുപാട് പഠിച്ച ഒരു മനുഷ്യനാണ് നമ്മുടെ സാമുവൽ ടൈലർ കോൾറിഡ്ജ് എന്ന ഇംഗ്ലീഷ് പോയറ്റ്. കോൾറിഡ്ജ് അയാളുടെ ഓഡ് ഓൺ ദി ഇന്റിമേഷൻസ് ഓഫ് ഇമ്മോർട്ടാലിറ്റി എന്ന മനോഹരമായ ഒരു സൈക്കോളജിക്കൽ പോയമുണ്ട്. ബ്യൂട്ടിഫുൾ സൈക്കോളജി. അതിലാണ് പറയുന്നത്, ഈ ജനിക്കുന്ന കുഞ്ഞിന് ഈ ഇമ്മോർട്ടാലിറ്റിയെ പറ്റിയുള്ള ഇന്റിമേഷൻസ് അവന്റെ അകത്തുണ്ട്. നിത്യതയെ പറ്റിയുള്ള വലിയ ധാരണ സ്വർഗത്തെ പറ്റി അവനുണ്ട്, ആ കുഞ്ഞിനുണ്ട്. അതുകൊണ്ട് ഈ കുഞ്ഞ് ചിരിക്കുകയും സന്തോഷിക്കുകയും ഒക്കെ ചെയ്യുന്നതാണ്. പക്ഷെ കുഞ്ഞ് വളർന്ന് വരുന്തോറും അത് ഫെയ്ഡ് ചെയ്ത് അത് ലോകവുമായിട്ട് മേർജ് ചെയ്യുകയാണ്. ഇവിടെ ഞാൻ പറഞ്ഞതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട അടുത്ത കാര്യത്തിലേക്ക് വരാൻ പോകുന്നു. കേട്ടോണം. ഈ സമയത്ത് ഏഞ്ചലിക് പ്രസൻസിനെ വെയ്വ് അവേ ചെയ്യുന്ന ഫാക്ടേഴ്സ് ഉണ്ട്. ആ അമ്മയുടെ അകത്ത് ആ ഏഞ്ചലിക് പ്രസൻസ് വരുന്നതിന് തടസ്സമായുള്ള ഫാക്ടേഴ്സ് ഉണ്ട്. ആ തടസ്സമായുള്ള ഫാക്ടർ, 2 ഫാക്ടർ. ഒന്ന് അമ്മയുടെ ക്യാരക്ടർ ഡിസോർഡർ, 2 അമ്മയുടെ സിൻഫുൾ നേച്ചർ. ക്യാരക്ടർ ഡിസോർഡർ എന്ന് പറഞ്ഞാൽ അത് ഞാൻ ഇനി എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് അന്നേരം മനസ്സിലാവും. സ്വഭാവ ദോഷങ്ങൾ. 2 അമ്മയുടെ പാപം. ഇത് രണ്ടും വരുമ്പോൾ ഈ സമയത്ത് അമ്മ ചെയ്യുന്ന പാപം അല്ലെ പേരൻസ് ചെയ്യുന്ന പാപം, പേരന്റൽ സിൻ, ഇത് വരുമ്പോ ഈ ഏഞ്ചലിക് പ്രസൻസ് ഈ കുഞ്ഞിന്റെ അകത്തില്ല. ഏഞ്ചലിക് പ്രസൻസ് ഇല്ലാത്തടത്ത് എല്ലാം എന്തുണ്ട്? ഡിമോണിക് പ്രസൻസ് ഉണ്ട്. അപ്പൊ സംഭവിക്കുന്നത് എന്താ? ഏഞ്ചലിക് പ്രസൻസിൽ ജനിക്കുന്ന ആ പ്രസൻസ് വയറ്റിൽ ഉണ്ടായിട്ട് അതിന്റെ ഫലമായി ജനിക്കുന്ന കുഞ്ഞുങ്ങൾ സൗന്ദര്യത്തിലും ബുദ്ധിയിലും മികച്ചു നിൽക്കും. 2 അങ്ങനെ അല്ലാത്ത കുഞ്ഞുങ്ങൾ എന്താ പറ്റുന്നറിയാമോ? ദുർബുദ്ധിയും ദുസ്വഭാവവും വളരെ കൂടുതലായിരിക്കും. ഞാൻ ഇതിന് 2 എക്സാമ്പിൾ നിങ്ങളോട് പറയാം. ഒന്നാമത്തെ എക്സാമ്പിൾ, ഞാൻ ഇച്ചിരി റേസിസ്റ്റ് ആണെന്ന് നിങ്ങൾക്ക് തോന്നും. ഞാൻ ഇച്ചിരി റേസിസ്റ്റ് ആണെന്ന് ഇരിക്കട്ടെ. ഇപ്പം സത്യം നിങ്ങളോട് പറഞ്ഞല്ലോ, നമ്മൾ ഹോൾ വേൾഡ് എടുത്താൽ ഏറ്റവും നല്ല മിടുക്കരായ കുഞ്ഞുങ്ങൾ ജനിക്കുന്നത് സെൻട്രൽ ട്രാവൻകൂറിലെ ക്രിസ്ത്യൻ പോപ്പുലേഷനിലാണ്. ഏറ്റവും നല്ല മിടുക്കരായ കുഞ്ഞുങ്ങൾ ജനിക്കുന്നത് ഈ കഴിഞ്ഞ കുറെ പതിറ്റാണ്ടുകളായിട്ട്. ഈ കുഞ്ഞുങ്ങളെ പറ്റി, പ്രത്യേകിച്ച് പെൺകുഞ്ഞുങ്ങളെ പറ്റി വളരെ ഗൗരവമായി പഠിച്ച ഒരാളായിരുന്നു പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു. അദ്ദേഹം തന്റെ ഡിസ്കവറി ഓഫ് ഇന്ത്യ എന്ന പുസ്തകത്തിൽ എഴുതിയത് സെൻട്രൽ ട്രാവൻകൂറിലെ, പ്രത്യേകിച്ച് തിരുവല്ല കേന്ദ്രീകരിച്ച് ഇൻ ആൻഡ് അറൗണ്ട് ഉള്ള ദേശത്തെ പെൺകുട്ടികൾ, സ്ത്രീകൾ ബ്രിട്ടനിലെ സ്ത്രീകളെക്കാൾ ഉന്നതമായ ജീവിത നിലവാരം പുലർത്തുന്ന ആളുകളാണെന്ന്, ഹൈ തിങ്കിങ് വിമൻ ആണെന്ന് നെഹ്റുവിന്റെ ഡിസ്കവറി ഓഫ് ഇന്ത്യയൊക്കെ അത് പറഞ്ഞിരിക്കുന്ന. ഇത് എന്റെ കണ്ടെത്തലല്ല. അപ്പൊ നമ്മള് ശരിക്കും അതിന്റെ ഒരു സോഷ്യോളജിക്കൽ ബാക്ക്ഗ്രൗണ്ട് പഠിച്ചാൽ ഒരുപാട് പാട്ടും പ്രാർത്ഥനയും ജീവിതശൈലിയാക്കി മാറ്റിയ സ്ത്രീകൾ ഇന്ത്യയിൽ ഏറ്റവും ഉള്ളത് ഈ പർട്ടിക്കുലർ പോപ്പുലേഷനിലാണ്. ഇനി ഞാൻ വേറൊരു കാര്യം പറയാം. നിങ്ങൾ ലോകം മുഴുവൻ, സിവിലൈസ്ഡ് വേൾഡ് മുഴുവൻ യാത്ര ചെയ്തു, എവിടെ ചെന്നാലും മലയാളികളായ ഡോക്ടർമാരെയും നേഴ്സുമാരെയും എഞ്ചിനീയർമാരെയും നല്ല മിട്ടുമിട്ടുക്കരായിട്ട് ജോലി ചെയ്യുന്നതാണ്. എവിടെ ചെന്നാലും ലോകം മുഴുവൻ ഡോക്ടേഴ്സിനെയും നേഴ്സസിനെയും എഞ്ചിനീയേഴ്സിനെയും കൊണ്ട് നിറച്ച് ലോകം മുഴുവൻ കൈവെള്ളയിൽ കൊണ്ടു നടന്നവരാ ബ്രിട്ടീഷുകാർ. ഞാൻ പറയാൻ നിങ്ങൾക്കറിയാം, ലോകത്തിലെ ഏറ്റവും വലിയ മെഡിക്കൽ കോളേജാണ് കിങ്സ് കോളേജ്, ലണ്ടൻ. അവിടെ 100 കുട്ടികൾ ഒരു വർഷം നേഴ്സിങ്ങിന് ചേർന്നാൽ 4 വർഷം കഴിയുമ്പോൾ 15 പേരെ പാസ്സാകും. ബാക്കി 85 പേർക്ക് എന്ത് പറ്റി?
ഫെയിൽഡ്. എന്താ ഫെയിൽ ആകാൻ കാരണം? ആ സിലബസ് അവർക്ക് പഠിക്കാൻ കഴിയുന്നില്ല. ആ സിലബസ് അവർക്ക്, നേഴ്സിംഗിന്റെ സിലബസ് അവർക്ക് പഠിക്കാൻ കഴിയുന്നില്ല. അത് കാരണം ഗവൺമെന്റ് എന്തെല്ലാം ചെയ്യുന്നറിയാമോ? ഇവർക്ക് പഠിക്കാൻ ഏതെല്ലാം തരത്തിൽ ഈ സിലബസ് ചെറുതാക്കാം, ഇത്രയും ചെറുതാക്കി. എന്നാലെങ്കിലും ഇതുങ്ങളൊന്ന് നേഴ്സിംഗ് പാസ്സാകട്ടെ. കാരണം എന്താ? നേഴ്സസ് ഇല്ല. 2.5 ലക്ഷം നേഴ്സസിന്റെ അഭാവമായി ഇപ്പോഴും. വല കൊണ്ട് നടന്ന് മീൻ പിടിക്കുന്ന മാതിരി, മീനിനെ വീശി പിടിക്കുന്ന മാതിരിയാണ് IELTS ഉള്ളത് നേഴ്സിനെ അന്വേഷിച്ച് ലോകം മുഴുവൻ ബ്രിട്ടീഷുകാർ നടക്കുന്നത്. ഇവിടെ പിള്ളേരുണ്ടാകത്തോണ്ടാണോ? ഇവിടെ പള്ളിക്കൂടം ഇല്ലാത്തതുകൊണ്ടാണോ? പഠിപ്പിക്കാൻ സാറന്മാരില്ലാഞ്ഞിട്ടാണോ? അതോ കിതാബ് ഇല്ലാത്തതുകൊണ്ടാണോ? അതോ പൈസ ഇല്ലാഞ്ഞുകൊണ്ടാണോ? എന്തോ ഇല്ലാത്തത് കൊണ്ടാ ഇവിടുത്തെ മെഡിക്കൽ സ്റ്റഡീസ് പ്രൂവ് ചെയ്യുന്നത്. അമ്മമാരുടെ കള്ളുകൂടി, പ്രഗ്നന്റ് ആയ സ്ത്രീകളുടെ കള്ളുകൂടി, അവരുടെ ബീഡി വലി, അവരുടെ ഇൻഡിസിപ്ലിൻ ലൈഫ്, അവരുടെ ക്യാരക്ടർ ഡിസോർഡർ കുഞ്ഞുങ്ങളെ അഫക്റ്റ് ചെയ്യുന്നു. അത് കാരണം ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ഇന്റലക്ച്വൽ കപ്പാസിറ്റി ഇല്ല, ബ്രെയിൻ പവർ ഇല്ല. ആ ജനിച്ചങ്ങോട്ട് വരുമ്പോ കൊച്ചു പിള്ളേർ എന്തോ സൗന്ദര്യമാണ്. ഇംഗ്ലീഷുകാരുടെ പിള്ളേർ എന്തോ സൗന്ദര്യം എന്നറിയാം. ഓരോ വർഷം കഴിയുമ്പോഴും കുറഞ്ഞ് ഒരു ടീനേജ് കഴിയുമ്പോഴത്തേക്കും എല്ലാം പിശാചുകളെ പോലെ. ഞാൻ കഴിഞ്ഞ 22 വർഷമായിട്ട് ഈ രാജ്യത്ത് താമസിക്കുന്ന ആളാ, കണ്ടോണ്ടിരിക്കുന്ന ആളാ, ഇവരുടെ ഇടയിൽ തന്നെ പ്രവർത്തിക്കുന്ന ആളാ, പല മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളാ. ഇതൊന്നും തമാശ പറയല്ല. എന്താ ഇങ്ങനെ സംഭവിക്കാൻ കാരണം? വാട്ട് ഈസ് ദ റീസൺ ബിഹൈൻഡ് ഇറ്റ്? അപ്പൊ ഞാന് എസർഹാര ആക്ടിവേറ്റ് ചെയ്യുന്നത്, ഈ കുഞ്ഞിൽ എസർഹോവ് ആക്ടിവേറ്റ് ചെയ്യേണ്ട ഏഞ്ചലിക് പ്രസൻസ് ആ കുഞ്ഞിൽ ലഭിക്കാതിരിക്കത്തക്ക രീതിയിൽ കുഞ്ഞിന്റെ തള്ളമാര് ക്യാരക്ടർ ഡിസോർഡറും സിൻഫുൾ നേച്ചറും നർച്ചർ ചെയ്തപ്പോൾ, അവരത് വളർത്തിക്കൊണ്ടുവന്നപ്പോൾ, ഇന്ന് ഇവിടെ മാത്രമല്ല, ഞാൻ ബ്രിട്ടനിലെ കാര്യം മാത്രമല്ല, അമേരിക്ക എടുക്കാം, പറയാൻ പറ്റത്തില്ല. ഫ്രാൻസോ, ഡെവലപ്ഡ് വേൾഡ് മുഴുവൻ നിങ്ങൾ എടുക്കുക, ഞാൻ ഗൾഫ് രാജ്യത്തെ പറ്റി ഒരക്ഷരവും പറയുന്നില്ല. കാര്യം ഞാൻ പറയാതെ നിങ്ങൾക്കറിയാം. അതിനെപ്പറ്റി ഒരക്ഷരവും പറയേണ്ട കാര്യമില്ല. നേറ്റീവ്സിന്റെ മക്കളുണ്ടാകുന്നില്ല, അവർക്ക് പൈസയില്ല പിള്ളേരെ പഠിപ്പിക്കാൻ. പിന്നെ എന്താ അവരുടെ തൂപ്പ് ജോലി മുതൽ ഹയസ്റ്റ് അഡ്മിൻ ജോബിന് വരെ അവർക്ക് ആളുകളെ വാടകയ്ക്ക് എടുക്കേണ്ടി വരുന്നത്. വാട്ട് ഹാപ്പൻ ടു ദെയർ ഓൺ ബ്രെയിൻസ്? അവരുടെ ഓൺ ബ്രെയിൻ എന്ത് സംഭവിച്ചു? വാട്ട് ഹാപ്പൻ ടു ദെയർ ഓൺ ബ്രെയിൻസ്? ദാറ്റ്സ് എ ക്വസ്റ്റ്യൻ. ബ്രിട്ടീഷുകാർ ലോകം മുഴുവൻ ഭരിച്ചു വരാം. വാട്ട് ഹാപ്പൻ ടു ദെയർ പ്രോജനി നൗ? ദാറ്റ്സ് എ സീരിയസ് ക്വസ്റ്റ്യൻ. അപ്പൊ ഞാൻ നിങ്ങളോട് പറഞ്ഞത്, എസർഹാര ഈവിൾ ഇൻക്ലിനേഷനെ ഇൻസ്റ്റിഗേറ്റ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഫാക്ടറാണ് ഇത്, ഈ പേരന്റൽ ഇൻഹെറിറ്റൻസ്. പേരൻസിൽ ഈ കുട്ടി ഇൻഹെറിറ്റ് ചെയ്യുന്നത്. അപ്പോ ഇഫ് സംബഡി ഈസ് സീരിയസ്, അപ്പൊ നമ്മള് വൈ ഡു വി ഗെറ്റ് മാരിഡ് എന്നുള്ളതിനെ പറ്റി മലാഖി പറഞ്ഞിരിക്കുന്നത്, God has brought you into a marital relation so that together you can bring God's fearing offsprings into the world എന്ന ദൈവഭക്തിയുള്ള കുഞ്ഞുങ്ങളെ ഈ ലോകത്തിന് കൊണ്ടുവരുന്നതിന്, ദൈവഭയമുള്ള കുഞ്ഞുങ്ങളെ ലോകത്തിന് കൊണ്ടുവരുന്നതിന്, അതാ മലാഖി പ്രവചനത്തിൽ എഴുതിയിരിക്കുന്നത്. കല്യാണത്തിന് ആരും ഇതുവരെ അത് വായിച്ചു കേൾപ്പിച്ചായിട്ട് ഞാൻ കേട്ടില്ല. ഇതുവരെ ആരും വായിച്ചു കേൾപ്പിച്ചിട്ട്, വായിച്ചിട്ടുണ്ടെങ്കിലേ വായിച്ചു കേൾപ്പിക്കണം. അപ്പോട്ടെ, ലെറ്റ്സ് കം ബാക്ക് ടു ദി ടോപ്പിക്സ്. ഞാൻ ഇപ്പൊ പറഞ്ഞുകൊണ്ട് വന്നത് ജനറ്റിക് റീസൺസ്. അത് എല്ലാ സൈക്കോളജിസ്റ്റും എല്ലാ സയന്റിസ്റ്റും ഒരുപോലെ പ്രൂവ് ചെയ്യുന്ന കാര്യമാണ്. തീരെ ബലമില്ലാത്ത ഒരു സ്ത്രീയായിരുന്നു അഡോൾഫ് ഹിറ്റ്ലറുടെ അമ്മ. അപ്പം ഇവൾക്ക് ബലമില്ലാത്തതുകൊണ്ട്
കുഞ്ഞുങ്ങൾ ബലഹീനമാകി പോകുന്നു. ഈ ഹിറ്റ്ലറുടെ അപ്പൻ ഇവളെ എടുത്തിട്ട് ഇടിക്കും, ഡെയിലി കള്ളു കുടിക്കുക. ഇവര് അടുത്ത റൂമിൽ പ്രസവിച്ച് കിടക്കുന്നുണ്ടേ. പ്രസവിക്കാൻ കിടന്ന് വേദനിക്കുമ്പോൾ ഇപ്പുറത്തെ മുകളിൽ വലിയ കുപ്പിയായിട്ട് ഇയാൾ ഇരിക്കുക, ഇവളെ പ്രാഗിക്കുന്നുണ്ട്. മനസ്സിലായോ? അങ്ങനെ ഹിറ്റ്ലർ ജനിച്ചത്. ഇനി ഹിറ്റ്ലർ വളർന്ന സാഹചര്യവും നോ ഡിഫറൻറ്റ്. അയാൾ കാണിച്ച ദുഷ്ടത നിങ്ങൾക്കറിയാവുന്ന, ഞാനിനി അതിനെപ്പറ്റി ഒന്നും പറയുന്നില്ല. ഇത്രയേറെ യത്സർഹാര ഓപ്പറേറ്റ് ചെയ്യപ്പെട്ടൊരു മനുഷ്യൻ ലോക ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. അപ്പൊ ഞാൻ ജനറ്റിക് റീസൺസ് ആണ് ഇപ്പൊ പറഞ്ഞു വെച്ചത്. അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന പേരന്റൽ ഫാക്ടറും ഞാൻ നിങ്ങളോട് പറഞ്ഞു. ഇനി നമുക്ക് ഈ എന്താ പറയേണ്ടത്, ഞാൻ രണ്ടാമത് പറഞ്ഞ നർച്ചറിലേക്ക് വരാം. ഈ നർച്ചറിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ജനറ്റിക്കലി സ്പീക്കിംഗ് ഈ ആള് രക്ഷപ്പെടാൻ ഒരു സാധ്യതയില്ല, ജനറ്റിക്കലി സ്പീക്കിംഗ്. പക്ഷെങ്കിൽ അയാളെ വളർത്തിയ സാഹചര്യം അബ്സല്യൂട്ട്ലി അമേസിങ് ആയിരുന്നു. ഇതില് ഞാൻ വളരെ അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരു ഹിസ്റ്റോറിക് സയന്റിഫിക് പേഴ്സണാലിറ്റിയാണ് സർ ഐസക് ന്യൂട്ടൺ. ഐസക് ന്യൂട്ടൺ അമ്മയുടെ വയറ്റിൽ കിടക്കുമ്പോൾ അയാളുടെ അപ്പൻ മരിച്ചുപോയി. അമ്മ പോയൊരു പുരോഹിതനുമായിട്ട് ലവ് അഫെയർ ആയി. പുരോഹിതൻ പറഞ്ഞു, നീ ഈ കൊച്ചിനെ പ്രസവിക്കുക, അത് കഴിയുമ്പോൾ നമുക്ക് ഒളിച്ചോടാം. അന്നൊക്കെ ഒളിച്ചോടണം, ഇന്ന് ഒളിച്ചോടേണ്ട ആവശ്യമില്ല. ഈ കൊച്ചിനെ പ്രസവിച്ചിട്ടിട്ട് ഈ തള്ളയാൻ കൂടി. അപ്പൊ ത്രൂ പൂവർ ബാക്ക്ഗ്രൗണ്ട്, ഇവൻ ആരുമില്ല. പിന്നെ വല്യമ്മയാ വളർത്തുന്നത്. നല്ല കാര്യങ്ങൾ മാത്രം പറഞ്ഞു കൊടുത്ത്, വേദപുസ്തകം വായിച്ച് കേൾപ്പിച്ച്, പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ച്, നല്ല കാര്യങ്ങൾ മാത്രം പറഞ്ഞു കൊടുത്ത് ഈ അമ്മയെ അവരെ വളർത്തി. ഡു യു നോ വാട്ട് ഹാപ്പൻഡ്? ഭക്തന്മാരുടെ തലമുറയിൽ എടുത്തു പറയത്തക്ക ഒരു പേരാ സർ ഐസക് ന്യൂട്ടൺ. ഭക്തി മാത്രമാണോ? ഈസ് ദ ഗ്രേറ്റസ്റ്റ് സയന്റിസ്റ്റ് ഓഫ് ഓൾ ടൈം. എല്ലാ കാലഘട്ടത്തിലെയും ഏറ്റവും വലിയ സയന്റിസ്റ്റിൽ ഒരാളാണ്. ഇപ്പൊ ഞാൻ ആ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ട് കാര്യം എനിക്ക് ഇച്ചിരി ഡ്രാഗിയായി പോയി. എനിക്ക് അടുത്ത ടോപ്പിക്സിലേക്ക് വരണം. വന്നിട്ട് നമ്മുടെ ക്ലാസ് എനിക്ക് അതിന്റെ പേരെടുത്തു. ഇപ്പം ഈ യത്സർഹാരയും യത്സർഥവും എന്ന രണ്ട് ഫാക്ടർ ഉണ്ടെന്ന് പറഞ്ഞു. ഇതിന്റെ ജനറ്റിക്കും നോൺ ജനറ്റിക്കുമായ, അതായത് നേച്ചറും നർച്ചറും സാഹചര്യങ്ങളും, ഇത് രണ്ടും ബാധിക്കുന്ന ഘടകങ്ങളാണ് എന്ന് പറഞ്ഞു. ഇനി നമുക്ക് ക്രിസ്ത്യൻ വേൾഡിൽ നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളിൽ നിന്ന് യത്സർഹാര അകറ്റിക്കളയുന്നതിന്, യത്സർഥോവ് ആക്ടിവേറ്റ് ചെയ്യുന്നതിന് നമ്മൾക്ക് എന്ത് ചെയ്യാൻ കഴിയും? അതുകൊണ്ട് ഞാൻ ഈ ക്ലാസ് എടുക്കുന്നത്. അല്ലാതെ എനിക്ക് എന്തെങ്കിലും നിങ്ങളെ വളരെ സ്ട്രേഞ്ചായ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങളെ ആശയക്കുഴപ്പത്തിലാക്കുക എന്നുള്ള ഉദ്ദേശത്തിലല്ല ഈ ക്ലാസ് എടുക്കുന്നത്. ഈ ക്ലാസ് എടുക്കുന്നതിന്റെ ഉദ്ദേശം ബോട്ടം ലെവലിൽ പ്രാക്ടിക്കൽ ലൈഫിൽ നമ്മുടെ ജനറേഷനെ, നമ്മുടെ കുഞ്ഞുങ്ങളെ, അല്ലെ നമ്മളെ യത്സർഹാരയിൽ നിന്ന് രക്ഷിക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? അപ്പൊ നമ്മളിലെല്ലാം ഈവിൾ ഇൻക്ലിനേഷൻ ഉണ്ട്. നിങ്ങളോട് പ്രസംഗിക്കുന്ന എൻ്റെ അകത്തുണ്ട്, പ്രസംഗം കേൾക്കുന്ന നിങ്ങളുടെ അകത്തുണ്ട്. ഈവിൾ ഇൻക്ലിനേഷനിൽ നിന്ന് രക്ഷിക്കാൻ, നമ്മളെ രക്ഷിക്കാൻ, എനിക്ക് എന്നെ രക്ഷിക്കാൻ, നിങ്ങൾക്ക് നിങ്ങളെ രക്ഷിക്കാൻ, നമ്മുടെ കുഞ്ഞുങ്ങളെ രക്ഷിക്കാൻ, തലമുറയെ രക്ഷിക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? ദാറ്റ്സ് വാട്ട് ഐ എം ഗോയിങ് ടു ടെൽ യു. ഇപ്പം ജനറ്റിക്കും ഞാനിപ്പോ പറഞ്ഞ നർച്ചറും ഒന്നും ബാധകമല്ല, അതിലൊന്നും ഒരു കുഴപ്പമില്ലെന്നിരിക്കട്ടെ. അപ്പോഴും യത്സർഹാര ആക്ടിവേറ്റ് ആകും. അതിനപ്പുറം യത്സർഹാരയും യത്സർഥവും ആക്ടിവേറ്റ് ആക്കുന്ന ഫാക്ടർ ഉണ്ടോ? ഉണ്ട്, കേട്ടുണ്ടോ? അതാ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ദൈവത്തിന്റെ സൃഷ്ടിയായിരുന്നു ദൂതന്മാര് ആണ്. ലൂസിഫറും കൂട്ടരും
ദൈവത്തിന്റെ സൃഷ്ടികളായിരുന്നു. ലൂസിഫറിന്റെ പ്രത്യേകത, he was extremely skilled. അവൻ ലൂസിഫറിന്റെ ഫോക്കസ് മുഴുവൻ അവന്റെ സ്കില്ലിലാണ്. കഴിഞ്ഞ പ്രാവശ്യം പാടിയതിനെക്കാട്ടിൽ അടുത്ത പ്രാവശ്യത്തെ പാട്ട് എങ്ങനെ ഗംഭീരമാക്കാം, ഇത് ഫോക്കസ് ചെയ്തു. ഈ ഫോക്കസ്ഡ് ഓൺ സ്കിൽ. ഈ സ്കില്ല് എവിടെയൊക്കെ ഒരു മനുഷ്യൻ നയിക്കുന്നറിയാമോ? ലിസൺ ടു മീ. സ്കിൽ ലീഡ്സ് ടു പ്രൈഡ്. സ്കില്ല് പ്രൈഡിലേക്ക് നയിക്കുന്നു. ഒരുവനിൽ പ്രൈഡ് ഡെവലപ്പ് ചെയ്താൽ അതിന്റെ രണ്ട് കാര്യം മനസ്സിലാക്കണം. ഒന്ന്, അയാൾക്കത് മനസ്സിലാക്കാൻ പറ്റത്തില്ല. എന്നിൽ പ്രൈഡ് ഉണ്ടായാൽ എന്നെ കാണുന്ന വേറൊരാൾ, ബാബു യു ആർ ടു പ്രൗഡ് എന്ന് പറയുകയല്ലാതെ ഞാൻ എൻ്റെ പ്രൈഡ് കൊണ്ടാണ് അത് പറഞ്ഞത്, അങ്ങനെ ചെയ്തത് എന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ല. അതാണ് പ്രൈഡിന്റെ ഒരു പ്രോബ്ലം. പ്രൈഡിന്റെ രണ്ടാമത്തെ പ്രോബ്ലം, എന്നിൽ പ്രൈഡ് കണ്ടു കഴിയുമ്പോൾ ദൈവം എനിക്ക് എതിരായി. അതുവരെ ഞാനും ദൈവം കൂടെ പോവുക, ഞാൻ ചില്ലറ കുരുത്തക്കൂടെ കാണിക്കും, ദൈവം എനിക്ക് അടി തരും, കറക്റ്റ് ഇമ്പാവ് അങ്ങനെ ചെയ്യരുതെന്ന് പറയും, അങ്ങനെ പോവുകയാണ്. ഈ പോയി പോകുന്ന കൂട്ടത്തിൽ എന്നിൽ പ്രൈഡ് അങ്ങ് കയറി. പിന്നെ ദൈവത്തിന് എന്നെ വർക്ക് ചെയ്യാൻ കഴിയത്തില്ല. ദൈവത്തെ എന്നിൽ ഇൻഎഫക്റ്റീവ് ആക്കാൻ കഴിയുന്ന ഫാക്ടറിന്റെ പേരാണ് പ്രൈഡ്. ഈ പ്രൈഡ് ആരാണ് അതിന്റെ കാരണക്കാരെന്ന് മനസ്സിലായോ? സ്കില്ലാണ്. അപ്പൊ പറ്റിയ പ്രോബ്ലം എന്താ? ലൂസിഫർ വീണു. റീസൺ, അവന്റെ അകത്ത് നിഗളം കയറി. നിഗളം എവിടുന്നാ വന്നത്? He was focused on his skill. ഇനി ഇതിൽ നിന്ന് മനുഷ്യനെ രക്ഷിക്കാൻ എന്താ മാർഗം? മനുഷ്യനെ രക്ഷിക്കാൻ വേണ്ടി അൾട്ടിമേറ്റ് ആയിട്ട് വന്നയാളാണ് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ്. He came with no skills, 0 skills. അവന് രൂപഗുണമില്ല, കോമളത്വമില്ല, കണ്ടാൽ ആഗ്രഹിക്കത്തക്ക സൗന്ദര്യമില്ല. മനുഷ്യരാൽ നിന്ദിക്കപ്പെട്ടും ത്യജിക്കപ്പെട്ടും വ്യസനപാത്രവും രോഗം ശീലിച്ചവനും കാണുന്നവർ മുഖം മറച്ചു കളയത്തക്കൊണ്ട് നിന്ദിതൻ. അത് ക്രൂശിൽ വെച്ച ഫൈനൽ. അവൻ ഇളയ തൈ പോലെയും വരണ്ട നിരത്തു നിന്നും വേർ മുളയ്ക്കുന്നത് പോലെ അവന്റെ മുൻപാകെ വളരും. അതാ സ്റ്റാർട്ടിങ് പോയിന്റ്, ബേബിഹുഡ്. ലാസ്റ്റിൽ കാണുന്നവർ മുഖം മറച്ചു കളയത്തക്കൊണ്ട് നീങ്ങുന്നത് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ്. ഈ വാഴ്ത്തപ്പെട്ട കർത്താവ് 12 ശിഷ്യന്മാരെ വിളിച്ചു. അത് 12 ശിഷ്യന്മാരെന്ന് പറയുന്നതല്ല ശരി, അപ്പോസ്തലന്മാരെ വിളിച്ചു. അവർ അപ്പോസ്റ്റൽസ് ആയിരുന്നു. ഡിസൈപ്പിൾസ് മാത്രം 500 പേരുള്ളൂ. ഇവർക്ക് ഒരു സ്കില്ലും പറഞ്ഞു കൊടുത്തില്ല. 12 ഹാർമോണിയം മേടിച്ച് ഹാർമോണിയപ്പെട്ട് പാടി നടന്നാൽ ആളുകളെല്ലാം കൂടും, പാട്ട് കേൾക്കാൻ കൂടും പറഞ്ഞ മ്യൂസിക്കിന്റെ ഇടയ്ക്ക് യേശു രക്ഷിക്കുന്നു എന്നൊരു മെസ്സേജും പറഞ്ഞു. പിന്നെയും പാട്ടങ്ങോട്ട് പാടി ഇങ്ങോട്ട് വരുന്നുണ്ട്, യേശു സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ പറയാനല്ല പറഞ്ഞത്. ഒരു സ്കില്ലും ഡെവലപ്പ് ചെയ്യാതെ ഒരു ലോകത്തെ ചേഞ്ച് ചെയ്യാൻ കഴിഞ്ഞ മനുഷ്യൻ കർത്താവായ യേശു ക്രിസ്തുവാണ്. He never developed any skill in his disciples. No skill training. പിന്നെന്ത് ചെയ്തു? 3.5 വർഷം കൊണ്ട് നടന്ന് തൻ്റെ ക്യാരക്ടർ എന്താണെന്ന് പറഞ്ഞു. തൻ്റെ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ എന്തുവാ? ദൈവത്തിന്റെ ക്യാരക്ടർ. എന്തുവാ തെളിവ്? ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. മടിയിലിരിക്കുന്ന ഏകജാതനായ പുത്രൻ പിതാവിനെ വെളിപ്പെടുത്തി. തോമസേ, നീ എന്നെ കണ്ടില്ലയോ തോമസേ? ഇനി ഏത് പിതാവിനെ കാണും? അപ്പൊ കർത്താവ് ശിഷ്യന്മാർക്ക് തൻ്റെ സ്വഭാവം കാണിച്ചു കൊടുത്തു. നമ്മളെ എന്തിനാ ദൈവമക്കളാകാൻ വിളിച്ചത്? തൻ്റെ പുത്രൻ അനേക സഹോദരന്മാരിൽ ആദ്യജാതനുണ്ട്. അവന്റെ സ്വരൂപത്തോട് അനുരൂപരാകാൻ മുൻ നിയമിച്ചിരിക്കുന്നു. We have been foredestined so that we will be transformed into the likeness of the image of his son, the Lord Jesus Christ.
യേശുക്രിസ്തുവിന്റെ സ്വഭാവം, അതാണ് നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത്. മൂടുപടം നീങ്ങിയ മുഖത്ത് കർത്താവിന്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിഫലിപ്പിക്കുന്നവരായി നാം എല്ലാം ആത്മാവാം ദൈവത്തിന്റെ ദാനമായി തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടും. അപ്പൊ ക്രിസ്ത്യാനിറ്റി നമ്മൾ മനുഷ്യന്റെ ലോകത്തിന് ഉപയോഗിക്കുന്ന ചലഞ്ച് എന്ന് പറയുന്നത് ഷോ ജീസസ് ക്രൈസ്റ്റ്, ലേൺ ഹിസ് ക്യാരക്ടർ ആൻഡ് ഇമിറ്റേറ്റ് ഹിസ് ക്യാരക്ടർ. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചോണം, പെന്തക്കോസ്റ്റിന്റെ ഒരുപാട് ചരിത്രം എനിക്കറിയാവുന്ന എൻ്റെ വിശ്വാസം. കാരണം ഇന്ത്യ പെന്തക്കോസ്റ്റ് ദൈവസഭ തുടങ്ങിയപ്പോൾ അതിൻ്റെ ആദ്യത്തെ മാസയോഗത്തിന് ഫുഡിന്റെ ചുമതലയേറ്റ ആളാണ് വേട്ടമല ഫിലിപ്പോസ് സൂചിച്ച് എന്ന് പറയുന്നത് എൻ്റെ വല്യപ്പച്ചൻ. എന്നെ കൊണ്ട് നടന്ന് വളർത്തിയ ആൾ. എനിക്ക് 21 വയസ്സുണ്ട് അപ്പച്ചൻ മരിക്കുമ്പോൾ. അതുവരെ എന്നോട് പറഞ്ഞിട്ടില്ലാത്ത ഒരു കാര്യമില്ല അപ്പച്ചൻ്റെ ജീവിതത്തെ പറ്റി, ഒറ്റ കാര്യമില്ല. എല്ലാം എന്നോട് പറയാമായിരുന്നു. അപ്പച്ചൻ്റെ ആഗ്രഹമായിരുന്നു ഞാനൊരു നല്ല സുവിശേഷകനാണ്. അത് പക്ഷെ കാണാനുള്ള ഭാഗ്യം അപ്പച്ചനുണ്ടായില്ല. ബിക്കോസ് ഐ വാസ് സ്റ്റിൽ എ സ്റ്റുഡൻറ്, സ്റ്റിൽ സ്റ്റഡി. വെൽ, ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത്, അപ്പൊ അപ്പച്ചൻ പറഞ്ഞ പെന്തക്കോസ്ത് ചരിത്രം മുഴുവൻ എനിക്കറിയാം. പെന്തക്കോസ്ത് പിതാക്കന്മാർക്ക് കെ എബ്രഹാമും അതുപോലെ പൊടിമല മത്തായിച്ചനും PM ഫിലിപ്പും CK ദാനിയേലും തുടങ്ങുന്ന TG ഉമ്മച്ചൻ തുടങ്ങുന്ന ആ ജനറേഷന്റെ ഫോക്കസ് യേശു ക്രിസ്തുവിന്റെ സ്വഭാവം എന്നുള്ളതായിരുന്നു. ഹൗ ക്യാൻ യു ഗെറ്റ് ദ ക്യാരക്ടർ ഓഫ് ജീസസ്? ഞാൻ PM ഫിലിപ്പ് സാറിന്റെ പ്രസംഗങ്ങൾ ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. ഞാൻ ബാലനായിരിക്കുമ്പോൾ കേട്ടതാണ്, ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. യേശു ക്രിസ്തുവിന്റെ സ്വഭാവം എന്ന അവരുടെ പ്രസംഗ വിഷയം. അതിനുശേഷം നിങ്ങൾക്ക് എന്നോട് ഡിസഗ്രി ചെയ്യാം, പക്ഷെ ഞാൻ പറഞ്ഞ തെറ്റാകത്തില്ല. യൂത്തിനെ വളർത്തിക്കൊണ്ടുവരണം എന്ന് വലിയൊരു ആവേശം. അപ്പൊ യൂത്തിനെ വളർത്താൻ എന്തോ ചെയ്യണം? അവർക്ക് സ്കിൽ ട്രെയിനിങ് കൊടുക്കണം. സ്കില്ല്, പാടാനും ആടാനും പ്രസംഗിക്കാനും പ്രോഗ്രാം ചെയ്യാനും നാടകം നടത്താനും സ്കിറ്റ് അവതരിപ്പിക്കാനും എന്ന് വേണ്ട ഇങ്ങനെയുള്ള സകലമോന സ്കില്ലുകളും അവരിൽ ഡെവലപ്പ് ചെയ്യുക. അങ്ങനെ സ്കിൽ ഡെവലപ്പ് ചെയ്താൽ അവർക്ക് ചർച്ചിൽ വരെ ഇൻട്രസ്റ്റ് ഉണ്ട്. കാര്യം പിള്ളേർക്കെല്ലാം എഴുന്നേറ്റ് നിന്ന് 3 പാട്ട് പാടാം. പിന്നെ ഗായക സംഘത്തിൽ ഈ ചെറുക്കനും പെണ്ണും കൂടെ കയറും, ചെറുക്കന്മാരും പെൺപിള്ളേരും കൂടെ കയറും. പിന്നെ ആവശ്യമില്ലാത്ത മ്യൂസിക് അവർ വേർഷിപ്പ് ലീഡ് ചെയ്യണം. അവർ അതിനെപ്പറ്റി ഞാൻ അടുത്ത ദിവസം പറഞ്ഞുതരാം കേട്ടോ. വേർഷിപ്പ് ലീഡ് ചെയ്യണം, അതും പിള്ളേരാ. അതിനെല്ലാം സ്കില്ലാണ് വേണ്ടത്. യൂത്ത് ക്യാമ്പിന് പ്രസംഗ മത്സരം, പാട്ട് മത്സരം, ആട്ട മത്സരം, ചാട്ട മത്സരം, കോട്ട് മത്സരം, ഇതിലെല്ലാം ജയിക്കുന്നവരാ പ്രധാനികൾ. ഇതിനെല്ലാം പോയി നാഷണൽ ലെവൽ ജയിച്ച ഒരാളാണ് ഞാൻ. നാഷണൽ ലെവലിൽ പ്രസംഗ മത്സരത്തിനും ഉപന്യാസ മത്സരത്തിനും ക്വിസ് കോമ്പറ്റീഷനും ഇൻസ്ട്രുമെന്റൽ മ്യൂസിക്കിനും ഒക്കെ ഫസ്റ്റ് പ്രൈസ് മേടിച്ച ആളാണ് ഞാൻ. when I was a യൂണിവേഴ്സിറ്റി സ്റ്റുഡൻറ്, എൻ്റെ പ്രീ ഡിഗ്രി പഠിക്കുന്ന കാലത്ത്. അപ്പൊ ഞാൻ വിചാരിച്ചു ഇതൊക്കെ വലിയ കാര്യമാണ്. പറ്റിയ കുഴപ്പമെന്നറിയാമോ? ഈ സ്കിൽ ട്രെയിനിങ് നമ്മളെ പ്രൗഡാക്കും. നമുക്ക് എന്താ ധാരണ തരുന്നത്? ഐ എം ബെറ്റർ ദാൻ ദ അതർ വൺ. പ്രസംഗത്തിന് എനിക്ക് ഫസ്റ്റ് കിട്ടുമ്പോ എൻ്റെ ധാരണ ഫസ്റ്റ് കിട്ടാഞ്ഞ മറ്റുള്ളവരെക്കാൾ ഞാൻ ബെറ്റർ ആണ് എന്നാണ്. അതാണ് പ്രൈഡ്. ഐ ടെൽ യു ഓണസ്റ്റ്ലി, ഈ ഹോട്ട് സീറ്റിൽ ഇരുന്ന് ഞാൻ നിങ്ങളോട് ബൈബിൾ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ ഐ ആം നോ ബെറ്റർ ദാൻ യു ആർ. നിങ്ങൾക്ക് തരാൻ ദൈവം എനിക്ക് തന്ന ദൈവവചനം ഞാൻ നിങ്ങളെ ഏൽപ്പിക്കുന്ന സെർവൻ്റ് ആണ്. നിങ്ങളുടെ കാൽക്കലാണ് ഞാൻ, അല്ല ഞാൻ നിങ്ങളുടെ തലക്കലല്ല. ഞാൻ പ്രസംഗിക്കുന്നു, പഠിപ്പിക്കുന്നു എന്നുള്ളതുകൊണ്ട് ഐ ആം നോ ബെറ്റർ ദാൻ യു ആർ. പ്രസംഗ മത്സരത്തിന് ഫസ്റ്റ് കിട്ടുമ്പം, പാട്ടിന് ഫസ്റ്റ് കിട്ടുമ്പം, ഗ്രൂപ്പ് വീച്ച് ജയിക്കുന്നവരണേ, വാക്യ മത്സരത്തിന് ജയിക്കുന്നവരണേ, ഉപന്യാസം ജയിക്കുന്നവരണേ, സ്കിറ്റിന് ജയിക്കുന്നവരണേ, പിള്ളേർക്കുണ്ടാകുന്ന ധാരണ എന്തുവാ? ഐ ആം ബെറ്റർ ദാൻ ദി അതർ വൺ. Then the next question, if not, why can't I be the leader?
എന്തുകൊണ്ട് എനിക്ക് ലീഡർ ആയിക്കൂടാ? ഞാനാ നല്ലവണ്ണം പ്രസംഗിക്കുന്നു, ഞാനാ നല്ലവണ്ണം പാടുന്നത്, ഞാനാ നല്ലവണ്ണം പെർഫോം ചെയ്യുന്നത്. സ്കില്ലിന് നമ്മൾ പ്രാധാന്യം കൊടുക്കുകയും യേശുക്രിസ്തുവിന്റെ ക്യാരക്ടർ നിന്നിൽ ഉണ്ടെന്ന് നിനക്ക് എങ്ങനെ തെളിയിക്കാം? ഹൗ ഡു യു പ്രൂവ് ദാറ്റ് ദ ക്യാരക്ടർ ഓഫ് ജീസസ് ഈസ് ഇൻ യു എന്നുള്ളത് നമ്മുടെ ഒരു കൺസേൺ അല്ല. പെന്തക്കോസ്ത് സഭകളിൽ ക്യാരക്ടർ ഒരു കൺസേൺ അല്ല. അതുകൊണ്ട് നമ്മുടെ പറ്റുന്ന പ്രോബ്ലം എന്താ? ഇടിവെട്ട് പ്രസംഗിക്കുന്ന പ്രസംഗകർ തന്നെ ടെറിബിൾ ക്യാരക്ടർ ഡിസോർഡർ. ഇടിവെട്ട് പ്രസംഗിക്കുന്ന അവരുടെ കൺവെൻഷൻ പ്രസംഗവും അവരുടെ ബൈബിൾ ക്ലാസ്സും കേട്ട് കഴിഞ്ഞാൽ എന്റെ ഭാഷ ചുട്ട കോഴി പറന്നു പോകും. അത്ര ഗംഭീര പ്രസംഗമാ. പക്ഷേ അവരുടെ ലൈഫ് ഈസ് ആബ്സല്യൂട്ട് ഫെയിലിയർ, 100% ഫെയിലിയർ. നമ്മൾക്ക് ഈ ഓർഡർ തിരുത്തണം. എന്നിട്ട് എന്തോ ചെയ്യണം? നോ എംഫസിസ് ടു സ്കിൽ, ബട്ട് ഓൾ എംഫസിസ് ടു ക്യാരക്ടർ. സ്കിൽ എന്ന കാര്യത്തിൽ ഇനി എംഫസിസ് കൊടുത്തുകൊണ്ട് നമുക്കൊരു ക്രിസ്തീയ ജീവിതമില്ല. എന്തിനു മാത്രമേ എംഫസൈസ് ഉള്ളൂ? ക്യാരക്ടറിന് മാത്രമേ ഉള്ളൂ. 3.5 വർഷത്തെ ടീച്ചിങ് കഴിഞ്ഞ് ശീമോൻ പത്രോസിനോട് ചോദിച്ചു, പത്രോസേ, ഞാൻ പഠിപ്പിച്ചതും ഞാൻ കാണിച്ചു തന്നതും എല്ലാം നിനക്കറിയാമോ? പ്രസംഗിക്കാൻ അറിയാമോ പത്രോസേ? ബൈബിൾ ക്ലാസ് നടത്താൻ അറിയാമോ പത്രോസേ? മീറ്റിംഗ് ഓർഗനൈസ് ചെയ്യാൻ അറിയാമോ പത്രോസേ? നീ ഒരു സംഘാടകനാണോ പത്രോസേ? നല്ലവണ്ണം ലീഡ് ചെയ്യാൻ അറിയാമോ പത്രോസേ? എങ്കിൽ നീ എൻ്റെ കുഞ്ഞാടുകളെ മേയിക്കുക എന്ന് കർത്താവ് പത്രോസിനോട് പറഞ്ഞില്ല. ഒറ്റ ചോദ്യം, യുവനായ മകനായ ശിമോനെ, നീ ഇവയിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നു. നീ നിനക്ക് ചുറ്റും കാണുന്ന സകലത്തിലും അധികമായി എന്നെ സ്നേഹിക്കാൻ നിനക്ക് കഴിയുമോ? പ്രസംഗിക്കാൻ കഴിയുമെന്നല്ല, എത്ര ദിവസം കണ്ടിന്യൂസ് ഫാസ്റ്റിംഗ് ഇരിക്കാൻ കഴിയുമെന്നല്ല, എത്ര നേരം തുറമാനം അന്യഭാഷ പറയാൻ കഴിയും. ഞാൻ 4 മണിക്കൂർ അന്യഭാഷ കഴിഞ്ഞ ശേഷമേ ഞാൻ പ്രസംഗിക്കാൻ കയറാറുള്ളൂ. എനിക്കതിന് ഒരു വിരോധമില്ല. എനിക്ക് 4 മണിക്കൂർ അന്യഭാഷ പറയാൻ സമയമില്ല. പ്രസംഗിക്കുന്നതിന് മുമ്പ് 4 മണിക്കൂർ അന്യഭാഷ. ഞാനൊരു രോഗിയാണ്, അതുകൊണ്ട് അങ്ങനെ എടുത്തുവെച്ചാൽ മതി. അത് തെറ്റാണെന്ന് ഞാൻ പറഞ്ഞില്ല. നീ എത്ര നേരം അന്യഭാഷ പറയും? നിനക്ക് മുഴങ്ങാൽ നിന്ന് നിരന്തരമായി പ്രാർത്ഥിക്കാൻ കഴിയുമോ പത്രോസേ? ഞാൻ നിന്നെ സഭയുടെ സീനിയർ പാസ്റ്റർ ആക്കാൻ പോവാ. നീ എത്ര നേരം പ്രാർത്ഥിക്കും പത്രോസേ? പത്രോസേ, നിനക്ക് ഭംഗിയായി മ്യൂസിക് ലീഡ് ചെയ്യാൻ കഴിയുമോ പത്രോസേ? നീ ഒരു ഓർഗനൈസർ ആണോ പത്രോസേ? നിന്റെ ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ടോ പത്രോസേ? None of these things. എനിക്ക് വേണ്ട. I don't want. എഫെസോസിലെ സഭയുടെ സ്കില്ല് മുഴുവൻ അങ്ങോട്ട് എടുത്ത് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഒരു ലേഖനം എഴുതി. ഇതാണ് സെക്കൻഡ് എപ്പിസോഡ് ടു എഫെസിയൻസ് എന്ന് പറയും. വെളിപ്പാട് പുസ്തകത്തിൽ വായിക്കാം 1-ാം അധ്യായത്തിൽ, 2-ാം അധ്യായത്തിൽ സെക്കൻഡ് എപ്പിസോഡ് ടു എഫെസിയൻസ്. എഫെസിയർക്ക് 2-ാം ലേഖനം പറയാ, എനിക്ക് നിന്നെയും വേണ്ട, നിന്റെ സഭയും വേണ്ട, നീ നിലവിളിക്കാൻ നീക്കികളെന്ന്. കാരണം എന്താ? നീ ആദ്യ സ്നേഹം ഉപേക്ഷിച്ചു. എൻ്റെ ക്യാരക്ടറാണ് വലുത്. യേശു ക്രിസ്തുവിന്റെ ക്യാരക്ടർ നമ്മിലും നമ്മുടെ കുഞ്ഞുങ്ങളിലും വളർത്താൻ ശ്രമിക്കുന്നതിന് പകരം സാത്താനെ ഏതാണോ വീഴിച്ചത്, സ്കില്ല്, അത് തന്നെ നമ്മുടെ തലമുറകളെ വളർത്തി അവരെ കർത്താവിന്റെ ഭാഷ പറഞ്ഞ കള്ളന്മാരുടെ സംഘമാക്കി. എങ്ങനെയെങ്കിലും ഇലക്ഷൻ ജയിച്ച് കുമ്പനാടത്തുക, അവിടെ കിടന്ന് അടിവെക്കുക. പെന്തക്കോസ്തിന്റെ നേതൃത്വത്തിൽ അവിടെ കിടന്ന് അടിവെച്ച് പിരിക്കുക. ഇത് മാത്രം കഴിയുന്ന ഒരു വൃത്തികെട്ട തലമുറയായി നമ്മൾ മാറാൻ കാരണം ഒറ്റ റീസണാണ്. സാത്താനെ ആരാണോ തകർത്തത്, അവന്റെ സ്കിൽ, ഫോക്കസ് ഓൺ സ്കില്ലാണ്. അത് മാത്രമാണ് നമ്മളും ഫോക്കസ് ചെയ്തിരിക്കുന്നത്. ക്യാരക്ടർ നമുക്ക് ഇമ്പോർട്ടൻ്റ് അല്ല. ഐ എം ഗോയിങ് ടു ക്ലോസ്. You can ask me questions hereafter. Now let us divert our attention. നമുക്ക് ഇതല്ല വേണ്ടത്. നമുക്ക് ഈ സ്കിൽഫുൾ കക്ഷികളെ അല്ല വേണ്ടത്. യേശു ക്രിസ്തുവിന്റെ സ്വഭാവം പ്രകടമാക്കാൻ കഴിയുന്ന വ്യക്തികളെയാണ് നമുക്ക് വേണ്ടത്. അങ്ങനെ ഒരാളായി ഞാൻ മാറണം. എൻ്റെ കുഞ്ഞുങ്ങൾ അങ്ങനെയുള്ളവരായി മാറണം. അവരെ പാട്ടിനും ഇൻസ്ട്രുമെന്റ് മ്യൂസിക് പഠിപ്പിക്കാനും തബല അടിപ്പിക്കാനൊന്നും പെട്ടില്ലെങ്കിലും ഒരു കുഴപ്പമില്ല. ചെയ്യല്ലെന്ന് ഞാൻ പറഞ്ഞില്ല കേട്ടോ, ചെയ്തില്ലെങ്കിലും ഒരു കുഴപ്പമില്ല. പക്ഷേ
യേശു ക്രിസ്തുവിന്റെ സ്വഭാവം അവർ വളർത്തിയില്ലെങ്കിൽ അവർ നരകത്തിൽ പോകുന്നത് നിങ്ങൾ കാണും, നിങ്ങളുടെ മുന്നിൽ വെച്ച്. അന്ന് അവർ തിരിഞ്ഞു നോക്കി പറയും, ഡാഡി, മമ്മി എന്നെ ഡാൻസ് പഠിപ്പിക്കാനും, എന്നെ ഇൻസ്ട്രുമെന്റ് മ്യൂസിക് പഠിപ്പിക്കാനും, എന്നെ വെസ്റ്റേൺ മ്യൂസിക് പഠിപ്പിക്കാനും, എന്നെ സരിഗമ പഠിപ്പിക്കാനും പറ്റിയ സമയത്ത് യേശു ക്രിസ്തുവിന്റെ സ്വഭാവം പഠിപ്പിക്കാൻ മമ്മിയും പപ്പായും എൻ്റെ അടുത്തിരുന്നെങ്കിൽ ഞാൻ ഇന്ന് നരകത്തിൽ പോകേണ്ടി വരത്തില്ലായിരുന്നു. ഹല്ലേലൂയ. എൻ്റെ പ്രസംഗം കേൾക്കുന്ന നിങ്ങൾക്ക് വിദേശ രാജ്യത്ത് പഠിക്കുകയോ ജോലി ചെയ്യുന്ന കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ ഇനി ഫോൺ ചെയ്യുമ്പോൾ അവരോട് ഒറ്റ കാര്യം പറഞ്ഞാൽ മതി, മോനെ കർത്താവിന്റെ സ്വഭാവം കിട്ടാൻ പ്രാർത്ഥിക്കണം. മോളെ മറ്റൊന്നും നമുക്ക് വേണ്ട, കർത്താവിന്റെ സ്വഭാവം കിട്ടാൻ നമുക്ക് പ്രാർത്ഥിക്കണം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. Now the screen is back to the host. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രിയിൽ ഒരു ക്ലാസ്സിന് അറ്റൻഡ് ചെയ്ത ഒരു അനുഭവത്തെക്കാൾ ഉപരിയായി ശരിക്കും നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റം വരുത്തുന്ന, നമ്മുടെ ജീവിതത്തെ, നമ്മുടെ ശുശ്രൂഷയെ, നമ്മുടെ ആത്മീയ കാഴ്ചപ്പാടിനെ മാറ്റം വരുത്തുന്ന തലത്തിലേക്കുള്ള ഒരു ക്ലാസ് എന്ന് വേണം നമുക്കിന്ന് പറയുവാൻ. ഞാൻ മനസ്സിലാക്കുന്നു നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വലിയൊരു ചലഞ്ചിങ് ഡേ ആയി ഇന്നത്തെ ക്ലാസ് തീർന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. തീർച്ചയായിട്ടും അതങ്ങനെ ആ അർത്ഥത്തിൽ തന്നെ നമുക്ക് ഏറ്റെടുക്കുവാൻ ഇന്ന് രാത്രിയിൽ കർത്താവ് നമുക്ക് കൃപ ചെയ്യുമാറാകട്ടെ. പ്രിയ ബാബു സാറിനോട് ഹൃദയംഗമായി നന്ദി ഒരു പ്രാവശ്യം കൂടെ അറിയിക്കുന്നു. എനിക്ക് തോന്നുന്നില്ല ഇന്ന് അധികം ക്വസ്റ്റ്യൻ കാണുമെന്ന്, കാരണം വളരെ ക്ലിയറായി നമ്മുടെ എല്ലാവരുടെയും സംശയങ്ങൾ ക്ലാരിഫൈ ചെയ്തുകൊണ്ടുള്ളതായ ഒരു സിലബസ്, ഒരു ക്ലാസ് ആണ് ഇന്ന് നമുക്ക് ലഭിക്കുവാൻ തക്കവടിയായി തീർന്നത്. എങ്കിലും അത്യാവശ്യം സംശയങ്ങൾ ചോദിക്കുവാൻ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് ചോദിക്കാനുള്ള അവസരമുണ്ട്. അതിനുള്ള സമയം വേർതിരിക്കുന്നു. അതിനുശേഷം ഒടുവിലായി കർത്താവിന്റെ ദാസൻ സാം ടി ജോർജ് പ്രാർത്ഥിച്ച് ആശീർവാദം പറയും. ഈ സമയത്ത് ക്വസ്റ്റ്യൻ അവറുള്ള ടൈം ആകുന്നു. അതിനായിട്ട് പ്രിയപ്പെട്ടവരെ ക്ഷണിച്ചോളും. ഓരോരുത്തർക്ക് ഓരോ ക്വസ്റ്റ്യൻ ചോദിക്കും. ഇന്നത്തെ ക്ലാസ് വളരെ മനോഹരമായിരുന്നു. ആക്ച്വലി ആദ്യത്തെ ഭാഗം ഒന്നും തന്നെ ഇല്ലെങ്കിലും അവസാനത്തെ ഭാഗം മാത്രം എല്ലാവരുടെയും ജീവിതത്തിനെ വളരെ വലിയൊരു ഉപദേശമായിരുന്നു. 100% സമ്മതിക്കുന്നു. കാര്യം എപ്പോഴും ഈ സ്കിൽ വർക്കിനെ കുറിച്ച്, സ്കില്ലിനെ കുറിച്ച്, പിശാച് വീണുപോയത് കാരണത്തെ കുറിച്ച് ഞാനും ചിന്തിക്കാറുണ്ട്. പക്ഷെ എനിക്ക് ഒരു ചോദ്യം ആദ്യം നിൽക്കുന്നത്, ഇസ്മായേൽ ഇസ്രഹാര അവനെ യാവരിക്കുവാൻ എൻ്റെ ചിന്തയിലൂടെ വരുന്നത് ഒരു പക്ഷേ ദൈവത്തിന്റെ ഹിതമല്ലാത്ത ഹാഗറിലൂടെ ഒരു ഈജിപ്ഷ്യൻ സ്ത്രീയിലൂടെ ജനിച്ചു. അതൊരു ഫാക്റ്റ് ആകാം. ഇസ്ഹാക്ക് ഒരാത്മീയനായ ജീവിക, അവന് ഇസ്രാര കുറവായിരുന്നു. അവന് വലിയ തെറ്റില്ലാത്ത രീതി, തെറ്റില്ലെന്ന് മാത്രമല്ല അവനെ കൊല്ലുവാൻ വേണ്ടി, അത് യാഗത്തിന് വേണ്ടി കൊണ്ടുപോയപ്പോൾ നിശബ്ദനായി നിന്ന് ഏറ്റെടുത്ത സ്വഭാവം ഒരു ദൈവീയ സ്വഭാവം തന്നെയാണ്. അടുത്തായിട്ട് എൻ്റെ വിചാരം വരുന്നത്, അങ്ങനെയെങ്കിൽ ദൈവത്താൽ നിയന്ത്രിക്കപ്പെട്ട ഇസ്ഹാക്കിലും റിബേക്കയിലും ജനിച്ച യാക്കോബിനെ ദൈവം തെരഞ്ഞെടുക്കുന്നു. യേശാവിന് ഈ സ്വഭാവം ജനറ്റിക്കിലൂടെ കിട്ടിയെന്ന് ഞാൻ ചിന്തിക്കുന്നില്ലെങ്കിൽ അതിന് ദൈവത്തിന് പങ്കില്ലേ? കാര്യം എനിക്ക് ഇഷ്ടം തോന്നാനുള്ള ഇഷ്ടം തോന്നുന്നു, എനിക്ക് ഞാൻ ദേഷിക്കുന്നു എന്നുള്ള ഒരു വചനം കൂടെ കിടക്കുന്നു. അതിനൊരു ഉത്തരം കിട്ടിയേക്കണം. ഞാന് ഇപ്പം എന്നോട് ദേവദാസൻ ആദ്യം പറഞ്ഞ കാര്യങ്ങളെല്ലാം ശരിയാണ്. ഏതാ ഈ ഏശാവ് അങ്ങനെയുള്ള കാരണത്തെ പറ്റി, ഏശാവല്ല ഇസ്മയിൽ അങ്ങനെയുള്ള കാരണത്തെ പറ്റി, ദൈവികതമല്ലാത്ത ബന്ധത്തിലുണ്ടായതും, അപ്പം ആ ഹാഗാറിൽ ആ ഡിവൈൻ പ്രസൻസ് ഉണ്ടാകാൻ കഴിയാതെ പോയതും ഒക്കെ ആകാമെന്ന് നമ്മൾ പറയുമ്പോൾ നമ്മുടെ ആ അനാലിസിസ് ശരിയാണ്. ഞാൻ അനാലിസിസ് തെറ്റ് കാണുന്നു. ദേവദാസൻ കണ്ട ആ വീക്ഷണം ഞാൻ ശരിയായിട്ടാണ് കാണുന്നത്. എനിക്ക് അതിനെ തെറ്റ് കാണാൻ കഴിയുന്നില്ല. എന്ന രണ്ടാമത്തെ ചോദ്യം, ഏശാവ് അങ്ങനെ ആകാനുള്ള കാരണത്തെ പറ്റി, യാക്കോബിനെ ഇഷ്ടപ്പെട്ട് യേശാവിനെ ദോഷിച്ചെന്നുള്ളത്, അത് ഞാൻ ഇസ്രായേലിന്റെ ശത്രുക്കൾ എന്നുള്ള വിഷയം എടുത്ത് ഓർക്കുന്നുണ്ടോ? അതിനകത്ത് ഏദോമിനെ പറ്റി പറഞ്ഞ് ഓർക്കുന്നുണ്ടോ? ഏദോം എന്ന് പറഞ്ഞ ഏശാവാണ്. ഏശാവ് അതേ ഉദരത്തിൽ വന്നതായ ഡീമോണിക് ഇൻഫ്ലുവൻസ് ആണ്, അല്ലാതെ ദൈവത്തിന്റെ ഇഷ്ടമല്ലെന്നും ദൈവം സാത്താന് ദൈവപ്രവൃത്തിയോടൊപ്പം തന്നെ പ്രവർത്തിക്കാൻ അനുവാദം കൊടുത്തതുകൊണ്ട്
ജനിച്ച കുഞ്ഞാണ് ഈ യേശാവ് എന്നുള്ളവർ അന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ അത് അങ്ങനെ ആകാനേ പറ്റത്തുള്ളൂ. അത് ഇസഹാക്കിന്റെ റിബേക്കയുടെ നല്ല എലമെന്റ്സ് ഒന്നും അവന് വരുന്നില്ല. അതിന്റെ റീസൺ. ദർ ഈസ് നോ അതർ റീസൺ ഫോർ ഇറ്റ്. ഓക്കെ, ഇനി ആർക്കാ ചോദ്യം ഉള്ളത്? പീറ്റർ ചാക്കോ, ഡൽഹിന്നാ സാറേ. ആ. സ്കില്ലിനോടുള്ള ബന്ധത്തിലൊരു ചോദ്യമാണ്. ശലോമോൻ സദൃശവാക്യം 18:16 പറഞ്ഞിട്ടുണ്ട്, a skillful man will not stand in an obscure place and that will bring him before great men. അതിനെ നമ്മ എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും സാറേ? എക്സ്പ്ലെയിൻ ചെയ്യണ്ട. അപ്പൊ അത് ക്ലിയർ ഇല്ലയോ? സെൽഫ് എക്സ്പ്ലാനറ്ററി ഇല്ലയോ? അത് നമ്മളത് എക്സ്പ്ലെയിൻ ചെയ്ത് ഗുണമാക്കേണ്ട ആവശ്യമുണ്ടോ? skillful man will not stand in obscure place. ശലോമൻ അവിടെ ക്ലിയർ ആയിട്ട് പറഞ്ഞിരിക്കുന്ന കാര്യം നമ്മൾ എന്തിനാ എന്റെ മണ്ടയ്ക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്? ചാക്കോച്ചൻ എന്ത് കാണിക്കുന്നത് എനിക്കറിയാൻ വേണ്ടി ചോദിക്കുക. അവിടെ എന്തുവാ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്? അതായത് പ്രവൃത്തിയിൽ സാമർഥ്യമുള്ള മനുഷ്യൻ, അവനെ ശ്രദ്ധിക്കുക, അവൻ രാജാക്കന്മാരുടെ മുൻപിൽ നിൽക്കും അല്ലേ? അതിലെ എന്റെ മലയാളം. അതിനകത്ത് ഞാൻ ഇനി എന്തും എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എന്നോട് നിങ്ങൾ നിൽക്കാൻ പാടില്ലെന്നാണ്. ഇംഗ്ലീഷിലാണ് സ്കിൽ എന്നുള്ള പദം ഉപയോഗിച്ചിരിക്കുന്നത്. ഓക്കെ, അതിന് മലയാളത്തിൽ പ്രവൃത്തിയിൽ സാമർഥ്യം എന്നാണ് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത്. പ്രവൃത്തിയിൽ സാമർഥ്യമുള്ള മനുഷ്യനെ ശ്രദ്ധിക്കുക, സ്കിൽ, കറക്റ്റ്. അങ്ങനെയുള്ളവൻ രാജാക്കന്മാരുടെ മുമ്പിൽ നിൽക്കും എന്നാണ്. സോ വാട്ട്സ് റോങ് ഇൻ ഇറ്റ്? അപ്പൊ സ്കിൽ ഡെവലപ്പ് ചെയ്യണ്ട അന്നേരം? അങ്ങനെയെങ്കിൽ സ്കിൽ ഡെവലപ്പ് ചെയ്യേണ്ടെന്ന് ഞാൻ പറഞ്ഞോ? ഞാൻ എവിടെങ്കിലും ഇന്ന് പറഞ്ഞോ സ്കിൽ ഡെവലപ്പ് ചെയ്യേണ്ടത്? പറഞ്ഞില്ല. ചാക്കോച്ചന് എവിടെ എന്നെയും കൊണ്ട് പോകുന്നത്? അത് ചാക്കോച്ചൻ എന്നെ വലിച്ച് വേറൊരു ലോകത്ത് കൊണ്ടുപോകണോ? ഇത് ഭയങ്കരമായി പോയല്ലോ. ഞാന് സ്കിൽ ഡെവലപ്പ് ചെയ്യേണ്ടെന്നൊന്നും പറഞ്ഞില്ല. അതിലെ അപകടം എന്താന്നല്ല പറഞ്ഞു. ഡെവലപ്പ് ചെയ്യേണ്ടെന്നൊന്ന് പറഞ്ഞു. ഇപ്പം അസ്ട്രോണറ്റ്സ് ഉണ്ടല്ലോ, നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഒരു പെങ്കൊച്ചങ്ങ് പോയിട്ട് തിരിച്ചു വന്നില്ലല്ലോ, ബഹിരാകാശത്ത് പോയിട്ട് അല്ലേ? അതുകൊണ്ട് ആരും ഇനി ബഹിരാകാശത്ത് പോകണ്ടെന്നാണ് എൻ്റെ അർത്ഥം. അല്ല, അതിലെ അപകടമുണ്ട്. അതിനുള്ള പ്രിക്കോഷൻസ് എടുക്കാതെ പോകരുതെന്നാണ്. സ്കിൽ ഡെവലപ്പ് ചെയ്യുമ്പോൾ സ്കിൽ അൾട്ടിമേറ്റ്ലി നിങ്ങളെ എവിടെ എത്തിക്കും എന്നുള്ള സത്യം കൂടെ മനസ്സിലാക്കണമെന്നാ പറഞ്ഞല്ല, സ്കിൽ ഡെവലപ്പ് ചെയ്യേണ്ടതല്ല കേട്ടോ. ഓക്കെ, താങ്ക് യു. യെസ് സാറേ, ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ? ആരാ? ജോൺ ജോമോൻ അല്ല, ജോൺ ഷാർജ. ചോദിച്ചോട്ടെ. ഹാരായും തോവും ദൈവത്തിങ്കിൽ നിന്ന്, അല്ലെങ്കിൽ തോവ് ഹാരാ ദൈവത്തിങ്കിൽ നിന്ന് വരുന്നതല്ല എന്ന് പറഞ്ഞത് ശരി, അത് മനസ്സിലായി. എന്നാൽ എർസർ ഹാരായും എർസർ തോവും ഗുണം ചെയ്യാനുള്ളതായ പ്രവണതയും തിന്മ ചെയ്യാനുള്ളതായ പ്രവണതയും അത് ദൈവത്തിങ്കിൽ നിന്ന് വന്നതല്ലെങ്കിൽ പിന്നെ ഈ പ്രവണത എവിടെ നിന്നാണ് അതിന്റെ സ്റ്റാർട്ടിങ്? ദേവദാസൻ അത് മുഴുവൻ കൺഫ്യൂസ് ആക്കിയോ? ഞാൻ പറഞ്ഞത് യത്സർ ഹാരായും യത്സർ തോവും ദൈവത്തിൽ നിന്ന് വന്നു, അല്ലാതെ ഹാരായും തോവും വന്നെന്നല്ല പറഞ്ഞു. യത്സർ ഹാരായും യത്സർ തോവും ദൈവത്തിൽ വന്നു, ഹാരായും തോവും വന്നെന്നല്ല പറഞ്ഞു. ഹാരാ ദൈവം അതിരുന്നെങ്കിൽ ദൈവത്തിന് ആരെയും ശിക്ഷിക്കാനൊക്കത്തില്ല. തോവും ദൈവം അതിരുന്നെങ്കിൽ ദൈവത്തിന് ആർക്കും പ്രതിഫലം കൊടുക്കാനോ? ഞാൻ ഉദ്ദേശിച്ചത് യത്സർ എന്ന് പറയുന്നത് അത് ദൈവം തന്നതും നമ്മൾ ആക്ടിവേറ്റ് ചെയ്യേണ്ടതുമാണ്. ദൈവം തന്നതും അതിനെയാണ്, ആ യത്സറിനെയാണ് ജനറ്റിക്കും നോൺ ജനറ്റിക്കുമായ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. യത്സർ എന്ന വാക്കാണ്. തോവും ഹാരായും അല്ല എടുക്കേണ്ടത്. യത്സർ തോവും യത്സർ ഹാരായുമാണ് ദൈവത്തിൽ നിന്ന്. ആ യത്സറാണ് പ്രധാനപ്പെട്ട വീട്, തോവും ഹാരായും അല്ല. യത്സർ ഹാരായും യത്സർ തോവും ദൈവത്തിങ്കിൽ നിന്ന് വരുന്നത്, അതായത് ഇൻക്ലിനേഷൻ
ആ തെറ്റ് ചെയ്യാനുള്ള ഇൻക്ലിനേഷൻ അല്ലെങ്കിൽ ഗുണം ചെയ്യാനുള്ള ഇൻക്ലിനേഷൻ ദൈവത്തിങ്കിൽ നിന്ന് വരുന്നു എങ്കിൽ ഈ ഈ മനുഷ്യൻ തെറ്റ് ചെയ്യാനും അല്ലെങ്കിൽ അവൻ ശരി ചെയ്യാനുമുള്ളതായ ബേസിക് റീസൺ അല്ലെങ്കിൽ ബേസ് എന്ന് പറയുന്നത് ദൈവം തന്നെ അല്ലേ എന്നുള്ള അതാണ് ആദ്യമേ പറഞ്ഞത്. കാര്യം ഇത് ആക്ടിവേറ്റ് ചെയ്യുന്നത് ദൈവം അല്ലെന്നാ പറഞ്ഞത്. ഇത് ആക്ടിവേറ്റ് ചെയ്യുന്നത് ദൈവമല്ല, ഇത് ആക്ടിവേറ്റ് ചെയ്യുന്ന മനുഷ്യന്റെ ഫ്രീ ടു വിൽ ടു പവർ ആണ് ആക്ടിവേറ്റ് ചെയ്യുന്നത്. അത് ആക്ടിവേറ്റ് ചെയ്യുന്ന ഘടകങ്ങളാണ് ഞാൻ മുമ്പേ പറഞ്ഞു വന്നത്. ഒന്ന് ജനറ്റിക് റീസൺസ് പറഞ്ഞു, രണ്ട് നർച്ചറിന്റെ റീസൺസ് പറഞ്ഞു. അതിലെല്ലാം മനുഷ്യന്റെ ഡിസിഷൻ മേക്കിംഗ് പവറാണ്, ദൈവമല്ല എന്ന് ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞതാണ്. അബ്സല്യൂട്ട്ലി ക്ലിയർ ആയിട്ട് പറഞ്ഞതാണ്. അത് ദൈവമല്ല. ദൈവം ആണെങ്കിൽ സ്റ്റോറി ഈസ് ഗോയിങ് ടു ബി ഡിഫറെന്റ്. ഓക്കെ, anybody else got another question? സാറേ, ഞാൻ ബിജോയ് ആണ്, കട്ടപ്പന. കട്ടപ്പന. റൈറ്റ്, നമ്മുടെ എഞ്ചിനീയർ സോഫ്റ്റ്വെയർ. ഓക്കെ, സോഫ്റ്റ് ആണ്. ഒരു വാക്യത്തിന്റെ എക്സ്പ്ലനേഷൻ ആണ് സാറേ. യെശയ്യാവ് 45:7 ഞാൻ നന്മയെ ഉണ്ടാക്കുന്നു, തിന്മയെ ഞാൻ സൃഷ്ടിക്കുന്നു എന്നൊരു വാക്യമുണ്ട്. അതപ്പം എങ്ങനെയാ നമുക്ക് വിശദീകരിക്കാൻ പറ്റുന്നത്? ആ വാക്കാണ് നമ്മൾ ഇപ്പം അപ്ഡേറ്റ് ചെയ്ത് പറഞ്ഞത്. നന്മയും തിന്മയും എന്ന് പറഞ്ഞിരിക്കുന്നത് അതിന്റെ റൂട്ടാണ് ഞാൻ പറഞ്ഞത്. എസർ ഹാരായും എസർത്തോവും ഞാൻ തന്നെയാണ് കൊടുക്കുന്നത്. സോ യു ക്യാൻ ചൂസ് വിച്ച് എവർ യു വാണ്ട്. അതിന്റെ റൂട്ടാണ് ഞാൻ ഇപ്പൊ പറഞ്ഞത്, ബേസ് ആണ് ഞാൻ ഇപ്പൊ പറഞ്ഞത്. യു ക്യാൻ ചൂസ് വിച്ച് എവർ യു വാണ്ട്. ഇത് രണ്ടും ഞാനാണ് തരുന്നത്. നന്മയും തിന്മയും തരുന്നതല്ല. അങ്ങനെ നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് ചെയ്യും. നമുക്ക് യെശയ്യാപ്രവചനത്തിൽ നമുക്ക് അടുത്ത ക്ലാസ്സിലോട്ട് വരുന്നുണ്ട് കേട്ടോ, പ്രധാനപ്പെട്ട ടോപ്പിക്സ് വരുന്നത്. അതിൻ്റെ ഒരു വലിയ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ, ഒരു മനുഷ്യന് ഇന്ന് ജീവിച്ചിരിക്കുന്ന സ്കോളേഴ്സിന് പോലും, ജൂവിഷ് സ്കോളേഴ്സിന് പോലും അങ്ങോട്ട് പൊരുൾ തിരിക്കാൻ കഴിയാത്ത അത്ര ഭയങ്കര ഭാഷയാണത്. നമ്മൾ വിശുദ്ധ ദിവസത്തിലെ 2 റൈറ്റേഴ്സ് ഉണ്ട്. ഒന്ന് മീഖ, അതിഭയങ്കര ക്ലാസിക്കൽ ലാംഗ്വേജാണ്. അത് പൊരുൾ തിരിച്ച് അതിനകത്ത് ഒരു കാര്യം മനസ്സിലാക്കണമെങ്കിൽ എന്റെ ദൈവന്റെ പേരാണ്, എന്തോ പാടാന്നറിയാം. അത് കഴിഞ്ഞാൽ രണ്ടാമത്തെ ഏറ്റവും ഡിഫിക്കൽട്ട് ലാംഗ്വേജ് ഉപയോഗിച്ചാൽ യെശയ്യാവാണ്. കാര്യം ഇവര് റോയൽ ഫാമിലിയാണ്, ഹൈ സൊസൈറ്റി ആയിരുന്നു, ഹൈലി എഡ്യൂക്കേറ്റഡും അതിഭയങ്കര സ്കോളേഴ്സായിരുന്നു. ഈ യെശയ്യാവ് എന്ന് പറഞ്ഞാൽ അമെൻഡിങ് സ്കോളറാണ്. അപ്പൊ അദ്ദേഹം എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ ഒരു ചെറിയ പേഴ്സന്റ് മാത്രമേ ഒരു വേറൊരു ഭാഷയിൽ ആ മീനിങ് ആയിട്ട് മാറ്റാൻ കഴിയത്തുള്ളൂ. ഒരു ചെറിയ പേഴ്സന്റ് വേറൊരു ഭാഷയിൽ മീനിങ് ആയിട്ട് മാറ്റാൻ കഴിയും. അപ്പൊ നമുക്ക് ഈ നന്മ ഞാൻ തരുന്ന, തിന്മയും ഞാൻ തന്നെ സൃഷ്ടിച്ചിരിക്കുന്നത് അല്ലാതെ വേറൊരു രീതിയിൽ അത് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. നമ്മുടെ ട്രാൻസ്ലേഷന്റെ മിസ്റ്റേക്ക് അല്ല, പറ്റത്തില്ല. അപ്പൊ നമ്മൾ അതിന്റെ മൂലഭാഷ പഠിച്ചിട്ട്, പ്രത്യേകിച്ച് മൂലഭാഷ പഠിച്ചുകൊണ്ട് കാര്യമില്ല, എബ്രായ ഭാഷ പഠിച്ചിട്ട് കാര്യമില്ല. ഈ പുള്ളിക്കാരന്മാരുടെ ഹീബ്രു ഉണ്ട്, അവരുടെ സ്റ്റൈലിൽ പോയി പഠിച്ചു കഴിയുമ്പോൾ മാത്രമേ, സത്യമായിട്ട് ഞാൻ പറയാം, ദൈവം എനിക്ക് അങ്ങനെ ഒരു ചാൻസ് തന്നില്ലായിരുന്നെങ്കിൽ എനിക്കിത് പറഞ്ഞു തരാൻ പറ്റത്തില്ല, ഒറ്റ കാരണവശാലും പറ്റത്തില്ല. കാര്യം ഏതെല്ലാം ബൈബിൾ കോളേജിൽ പോയി എത്ര 900 ഡിഗ്രി എടുത്താലും ഇത് കവർ ചെയ്യുന്നില്ല. അവരുടെ ഹീബ്രുവിൽ പോയി പഠിച്ചെങ്കിലും പറ്റത്തുള്ളൂ. സിമ്പിളായിട്ട് ഇത്രയേ ഉള്ളൂ. അതാണ് എസർ ഹാരായെന്നും എസർത്തോ എന്ന് പറഞ്ഞത്. ഇത് രണ്ടും എന്നിൽ തന്നെ പുറപ്പെടുന്നു, ഞാൻ തന്നെ തരുന്നു. ബട്ട് യു ക്യാൻ ചൂസ് വിച്ച് വൺ യു വാണ്ട്. Am I clear now? Okay, sir. Thank you. ഹലോ, Thank you. സാറേ. Yes. സാറേ, ഈ വീണ്ടും ജനനം നടക്കുമ്പോൾ ഈ ഹെഡ്സർ തോവ ആക്ടിവേറ്റ് ചെയ്യുമോ? ആരാ ചോദിക്കുന്നത്? ഞാൻ, എൻ്റെ പേര് വിൻസി, കോട്ടയത്തു നിന്നാണ്. വീണ്ടും ജനനം നടക്കുന്നതിന് മുൻപ് 2 കാര്യം നടക്കും. ഒന്നാമത്തെ കാര്യം, ആ വീണ്ടും ജനനത്തിന് മുമ്പ് എസർ ഹാര ഇനാക്റ്റീവ് ആണ്. എസർ ഹാര ഇനാക്റ്റീവ് ആണ്. 2, എസർ തോവ അൺകൺട്രോളബിൾ എക്സീഡിംഗ്ലി ആക്റ്റീവ് ആകും. ആ എക്സീഡിംഗ്ലി ആക്റ്റീവ് ആകുന്ന എസർ തോവാണ് നമ്മളെ വീണ്ടും ജനനത്തിലേക്ക് പ്രേരിപ്പിക്കുന്നത്, അങ്ങോട്ട് കൊണ്ടുവരുന്നത്. വീണ്ടും ജനിപ്പിക്കുന്ന അതല്ല,
അതിലേക്ക് നമ്മളെ പ്രിപ്പയർ ചെയ്യുന്നത് ആ ഫാക്ടറാണ്. അല്ലെങ്കിൽ അല്ലാത്തവനുണ്ടല്ലോ, അല്ലാത്ത പെണ്ണ് കെട്ടാൻ സ്നാനപ്പെടുന്ന പോലെ അവനേ കള്ളുകൂടിയനാ. സ്നാനപ്പെടണമെങ്കിൽ പെണ്ണ് കെട്ടണം. 9 മുങ്ങിയേക്കാം. എൻ്റെ ഒരു കസിനെ ഒരുത്ത കല്യാണം, അവർ കസിനൊക്കെ ബന്ധുക്കോസുകാരാണ്, വീട്ടുകാർ സമ്മതിക്കത്തില്ല. അവർ പറഞ്ഞു നീ സ്നാനപ്പെടാമെങ്കിൽ കല്യാണം കഴിയും. അവൻ പറഞ്ഞു 9 പെട്രോളാന്ന് പറഞ്ഞു. അവൻ അന്നും കണ്ടുപിടിക്കണം, ഇന്നും കണ്ടുപിടിക്കണം. മനസ്സിലായി? അപ്പം യഥാർത്ഥ വീണ്ടും ജനനമാണെങ്കിൽ, അതായത് പാപപ്രവൃത്തികളെ മരിപ്പിച്ചു, ആ മരിച്ച മനുഷ്യനെ നമ്മൾ സ്നാനത്തിൽ കുഴിച്ചെടുക്കും. അതാണ് യഥാർത്ഥ വീണ്ടും ജനനം എന്ന് പറയുന്നത്. താങ്ക് യു ഫോർ ദ ക്വസ്റ്റ്യൻ. ബ്ലസൻ കോട്ടയത്ത് നിന്ന്. പറഞ്ഞോട്ടെ. ഞാൻ ചിന്തിക്കുക ബ്ലസൻ പാസ്റ്ററിന് മിണ്ടുന്നില്ലല്ലോ. മിണ്ടാഞ്ഞ് മറ്റുള്ള കൂടെ ഓക്കെ. എന്റെ ചോദ്യം ഇതാ സാറേ, നമ്മൾ സാധാരണ ചില കുട്ടികൾ മന്ദബുദ്ധികളായിട്ട് ജനിക്കാറുണ്ടല്ലോ, വേർഡ് ക്ഷമിക്കുക പറയുന്നതിൽ. അന്നേരം ആ വ്യക്തികളിൽ എസർട്ടോവും മ്യൂട്ടഡ് ആണോ, അതോ അത് രണ്ടും ആക്ടിവേറ്റ് ആകാതെ പ്രത്യേക സ്റ്റേജ് ഉണ്ടാകുമോ? അവരുടെ ഡെസ്റ്റിനേഷൻ എന്തായിരിക്കും എന്നതിനെ പറ്റി മലയാളത്തിൽ ചോദിച്ചുകൊണ്ട് നമ്മുടെ പ്രോഗ്രാം മലയാളത്തിലായതുകൊണ്ട് ഞാൻ ഉത്തരം പറയാം. നേരെ മറിച്ച് ഇംഗ്ലീഷിലായിരുന്നു ഞാൻ ഉത്തരം പറയത്തില്ലായിരുന്നു. കാര്യം അത് മതി, ഞാൻ പിന്നെ കോടതി കയറി തന്നായിട്ട്. കോടതിയിൽ നിന്ന് ഇറങ്ങാൻ പിന്നെ സമയം കിട്ടത്തില്ല. പെണ്ണുങ്ങളെല്ലാം കൂടെ എന്നെ കൊന്നേരും. കേട്ടോണേ, ഞാൻ രഹസ്യത്തിൽ ഉണ്ടാക്കപ്പെടുകയും ഭൂമിയുടെ അതോ ഭാഗങ്ങൾ നിർമ്മിക്കപ്പെടുകയും ചെയ്യുക എന്നൊരു ടോപ്പിക്സ് പറഞ്ഞ് ഓർക്കുന്നുണ്ടോ? ഓർക്കുന്നില്ല. അപ്പൊ അവിടെ ഒരു ഹ്യൂമൻ ബീയിങ്ങിനെ ഈ ഭൂമിയിലേക്ക് ആ റുവാക്കിന് വിടുന്നത് ഒരു വലിയ പേർപ്പസോടുകൂടിയാണ്. ആ പേർപ്പസ് ഡിവൈൻ കൗൺസിൽ തീരുമാനിക്കുന്നത്. ആ കൗൺസിൽ ട്രാൻസ്പെയറന്റ് ആണ്. അപ്പൊ ഈ കുഞ്ഞ് ജനിച്ചാൽ എന്ത് സംഭവിക്കും? ആ കുഞ്ഞിന്റെ DNA വേറൊരാളില്ല. അയാളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന കാര്യം വേറെ ആരും ചെയ്യാൻ ഒക്കത്തില്ല. അപ്പൊ തന്നെ ഈ കുഞ്ഞിനെ നശിപ്പിക്കാനുള്ള ഡിമോണിക് ഫോഴ്സസും പുറപ്പെട്ടു കഴിഞ്ഞു. അപ്പൊ തന്നെ പുറപ്പെട്ടു കഴിഞ്ഞു. ആദ്യം തുടങ്ങും 31 അമ്മയുടെ അകത്ത് വയറ്റി വെച്ച. അപ്പൊ ഇവിടെ ഈ സ്ത്രീകളുടെ, അതായത് ഗർഭസ്ഥ മാതാവിന്റെ സ്വഭാവമാണ് അവളിൽ ഡിമോണിക് ഫോഴ്സസിന് ഫങ്ഷൻ ചെയ്യാനുള്ള പവർ കൂട്ടിക്കൊടുക്കുന്ന ഇല്ലാതാക്കണം. മനസ്സിലായോ? അവള് ദൈവഹിത പ്രകാരം പ്രാർത്ഥനയോടുകൂടി വചനധ്യാനത്തോടുകൂടി ദൈവ സാന്നിധ്യത്തിലിരിക്കുമ്പോൾ ഏഞ്ചലിക് പ്രസൻസ് കൂടിക്കൂടി വന്നിട്ട് ഈ കുഞ്ഞ് വലിയൊരു ഇന്റലക്ച്വൽ ജയന്റ് ആയിട്ട് അവന് ഏത് പെർപ്പസിനോട്ടാണ് സ്വർഗത്തിൽ നയിച്ചത് ആ പെർപ്പസിലേക്ക് അവൻ വളരും. ഈ തള്ള വളരാതുള്ളാണെങ്കിൽ പറ്റുന്ന കുഴപ്പം എന്നറിയാമോ? ഡിമോണിക് പവേഴ്സ് കൂടി വന്നിട്ട് ഈ കുഞ്ഞ് മന്ദബുദ്ധി, പിന്നെ ബ്ലാ 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 ബ്ലാ, ബാക്കി നിങ്ങൾ ഊഹിച്ചോ, ഇതെല്ലാമായിട്ടിരിക്കും. ഇത് ഇങ്ങനെ ജനിച്ച കുഞ്ഞുങ്ങളുടെ അമ്മമാരെ പറ്റിയുള്ള സ്റ്റഡി പ്രൂവ് ചെയ്യുന്നതാണ്. ഇങ്ങനെ ജനിച്ച കുഞ്ഞുങ്ങളുടെ അമ്മമാരെ പറ്റിയുള്ള സ്റ്റഡി പ്രൂവ് ചെയ്യുന്നതാണ്. അത് ഒരു ഭാഗം മാത്രമാണ്. പ്ലീസ് ലിസൺ ടു മീ. അത് ഒരു ഭാഗം മാത്രമാണ് ഞാൻ പറഞ്ഞത്. അതിന്റെ വേറൊരു ഭാഗം കൊണ്ടുണ്ട്. ആ വേറൊരു ഭാഗം എന്ന് പറയുന്നത് നാളെ ഇതേ ചോദ്യം എന്നോട് ചോദിക്കണം, ഞാനങ്ങ് മറന്നുപോയി. അന്നേരം പറയും. കാര്യം ഇച്ചിരി ടൈം എടുക്കുന്ന ഒരു മറുപടിയാണ്. ഇപ്പൊ ഞാൻ അതും കൊണ്ട് വേറെ ആർക്കും ആ ചോദ്യം ചോദിക്കാൻ സമയം കിട്ടത്തില്ല. വേറെ ആർക്കെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ നമുക്ക് നാളെ ഈ ഇതിലേക്ക് വരാം കേട്ടോ. അത് സാറേ, ഞാൻ ബിബിനാണ് കട്ടപ്പനയെന്ന്. ചോദിച്ചാട്ടെ സാറേ, എസ്സർ ഹാരയായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം. ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്ത് വീണ്ടും ജനിക്കാത്ത ഒരു വ്യക്തി, എസ്സർ തോവ് ഫുള്ളായിട്ട് ആക്ടിവേറ്റഡ് ആയ വ്യക്തി, ഇപ്പൊ പറഞ്ഞ ജനറ്റിക് റീസൺ, നർച്ചറിങ് ഗിസ്, ഇതെല്ലാം ഫുള്ളി നന്നായിട്ട് ആക്ടിവേറ്റ് ചെയ്യപ്പെട്ട വ്യക്തിയോടും ദൈവം ആവശ്യപ്പെടുന്ന വീണ്ടും ജനിക്കാണല്ലോ. അപ്പം ആ എസ്സർ തോവ് വീണ്ടും ജനിക്കുന്നതിന് മുമ്പും അതിനുശേഷം അതിനകത്ത് എസ്സർ തോവിന്റെ ഫുൾ ആക്ടിവിറ്റി എന്ന് നമ്മൾ പറയുമ്പോൾ
ആ ഫുൾനെസ് മെഷർ ചെയ്യുന്ന നമ്മുടെ യാർഡ് സ്റ്റിക്ക് എങ്ങനെ, അത് ഫുള്ളാണോ പാർട്ടാണോ നമ്മൾ മെഷർ ചെയ്യുന്നത്? ആ മെഷർ ചെയ്യാനുള്ള യാർഡ് സ്റ്റിക്ക്, ഡസ് ഹി ആക്സെപ്റ്റ് ജീസസ് ആസ് ഹി സേവിയർ ഓർ നോട്ട്? യേശുക്രിസ്തുവിന്റെ രക്ഷിതാവായി സ്വീകരിക്കുമ്പോൾ എന്റെ ഒരു നീതിപ്രവൃത്തി എന്നെ രക്ഷയ്ക്ക് കാരണമല്ല, ക്രൂശിൽ മാത്രമേ എനിക്ക് നീതീകരണമുള്ളൂ എന്ന് ഏറ്റു പറയുക. അത് ചെയ്യാത്തിടത്തോളം കാലം നീ എന്തെല്ലാം പുണ്യപ്രവൃത്തി ചെയ്താലും അതെല്ലാം ദൈവം മുമ്പാകെ കറ വരേണ്ട തുണിയാണ്. ഈ കറ വരേണ്ട തുണി എന്നുള്ളത് മലയാളത്തിലെ തെറ്റായ ട്രാൻസ്ലേഷനാണ്. അതിന് ശരിക്കും ഇംഗ്ലീഷിൽ അതിന് ഈ എന്താ പറയണ്ടേ, നമ്മുടെ അണ്ടർവെയറിനകത്ത് വയറൊഴിഞ്ഞിട്ട് അതെടുത്ത് പോകെ കാണിക്കുന്നു പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? അതാണ് അതിന്റെ ഇംഗ്ലീഷ് എക്സ്പ്രഷൻ. പക്ഷെ യഹൂദന്മാർ അതിനെപ്പറ്റി പറഞ്ഞിരിക്കുന്നു, ഒറിജിനൽ ബൈബിൾ പറഞ്ഞിരിക്കുന്നു, നമുക്ക് ഇവിടെ പറയാൻ പറ്റത്തില്ല. ബദറിനോട് ഫോൺ ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞുതരാം, നമുക്ക് ഓപ്പൺ മീറ്റിങ്ങിൽ സഹോദരിമാരൊക്കെ ഉള്ള മീറ്റിംഗ് ആണെന്ന് പറയാനൊക്കത്തില്ല. അത്ര നിഷിദ്ധമാണ്. ഏത് യേശുക്രിസ്തുവിനെ ദൈവം പരസ്യമായി നിർത്തിയിരിക്കുന്നത് അംഗീകരിക്കാൻ തയ്യാറാകാതെ തൻ്റെ സ്വന്തം നീതി, ഞാനൊരു പാപം ചെയ്തിട്ടില്ല, ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറയുന്നത് ദൈവത്തിന് ആക്സെപ്റ്റബിൾ അല്ല. ഫിനിഷ്ഡ്. കാരണം മനുഷ്യന്റെ സ്വന്തം പ്രവൃത്തി കൊണ്ട് നീതീകരിക്കപ്പെടുമെങ്കിൽ ദൈവപുത്രൻ ക്രൂശിക്കപ്പെടാൻ ഇറങ്ങിയവരുടെ ആവശ്യമില്ല. രക്ഷയുടെ മാനിഫെസ്റ്റോ നമ്മൾ പഠിക്കുമ്പോഴാ രക്ഷയുടെ കോസ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ ദിവസം ഒരാൾ ചോദിച്ചിരുന്നതിനെ പറ്റി. അപ്പൊ ഞാൻ പറഞ്ഞു കോസ്റ്റ് എന്താണെന്നുള്ളത് രക്ഷയുടെ മാനിഫെസ്റ്റോ പഠിക്കുമ്പോൾ പറയാമെന്നുള്ളത്. അത്രയും ദൈവത്തിന് അനുഭവിക്കേണ്ട വരത്തില്ലായിരുന്നു മനുഷ്യൻ സ്വന്തം പ്രവൃത്തി കൊണ്ടങ്ങ് നീതീകരിക്കപ്പെടുവായിരുന്നു. അപ്പോ യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കാത്ത ഒരാള് സ്വീകരിക്കുന്നില്ല എന്ന ഒറ്റ കാരണം കൊണ്ട് തന്നെ അവന്റെ എല്ലാ യഥാർത്ഥവും നള്ളിഫൈഡ് ആയിപ്പോയി, ഇൻഎഫക്റ്റീവ്, രക്ഷയ്ക്ക് കാരണമാകുന്നില്ല. അപ്പൊ തന്നെ അവന്റെ നീതി പ്രവൃത്തികൾ അവൻ ഒരുപാട് പ്രതിഫലത്തിന് കാരണമാകും. എന്ന് പറഞ്ഞാൽ അവൻ കള്ളം പറയാതെ തന്നെ അവന് നല്ല കുഞ്ഞുങ്ങളുണ്ടാകും. അവൻ ആരെയും ഉപദ്രവിക്കാത്തവനാണ്, കരുണ കാണിക്കുന്നവനാണ്, അവന് കരുണ ലഭിക്കും. പക്ഷെ ഇറ്റേണൽ ലൈഫ് എന്ന് പറയുന്നത് യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കുമ്പോൾ മാത്രമേ കിട്ടത്തുള്ളൂ. Am I clear to you? ക്ലിയർ ആണ്. താങ്ക് യു. ഹലോ സർ, ബ്ലെസ്സി ആണ്. ആ സർ, ഞാൻ ഈ നേഴ്സർ ആൻഡ് നർച്ചർ സൈക്കോളജി വെച്ചിട്ട് സർ പറഞ്ഞത് ഓൾമോസ്റ്റ് എവറിത്തിങ് കറക്റ്റ് ആണ്. ചില സമയത്ത് ഒരുപാട് പേഷ്യൻസിന് നമ്മൾക്ക് ഹാൻഡിൽ ചെയ്യുന്ന സമയത്ത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത ഒരുപാട് കോസസ് ഉണ്ടാവും. നമുക്കത് മനസ്സിലാവില്ല. ഒത്തിരി പേഷ്യൻസിനെ ഒരേ സമയം ഹാൻഡിൽ ചെയ്യരുത്. ഓക്കെ, ഓൾറൈറ്റ്. അപ്പം അങ്ങനത്തെ സാഹചര്യങ്ങൾ ഇപ്പം ഒരുപാട് സമയത്ത് ഞാനിങ്ങനെ അതിശയിച്ചു പോയിട്ടുണ്ട് എന്തുകൊണ്ട് ഒരു വ്യക്തി ഇങ്ങനെ ആകുന്നു എന്നുള്ളത്. ഈ ഒരു ഇപ്പം ഞാൻ കേട്ട ക്ലാസ്സിൽ കൂടെ എനിക്കത് മനസ്സിലായി എത്രത്തോളം ആ ഒരു ഒരാളുടെ എക്സർഹാര എക്സർത്തോ എങ്ങനെ ആക്ടിവേറ്റ് ആകുന്നു എന്നുള്ളത് എനിക്ക് ഒരുപാട് മനസ്സിലാക്കാൻ പറ്റി. ഒരു സൈക്കോളജിയുടെ ഒരു തിയറി പോലും ഇത്രയും ക്ലിയർ ആയിട്ട് ഒരു മനുഷ്യന്റെ സ്വഭാവത്തിനെ ഡിഫൈൻ ചെയ്യുന്നില്ല എന്ന് പ്രത്യേകം എടുത്ത് പറയാൻ വേണ്ടിയാണ് ഞാനിത് ഓപ്പൺ ചെയ്തത്. താങ്ക് യു സോ മച്ച്. ഞങ്ങള് വേറെ ആരാണ്ടൊക്കെ പഠിപ്പിച്ച തിയറി ഒക്കെ വെച്ച് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്നു. What are you doing? Let the public know who you are. Yeah, I am a psychologist. You are a psychologist. Yeah. So that is a testimony of a psychologist. Thank you. കാരണം സൈക്കോളജിയുടെ എല്ലാ തിയറിയും എവിടെ ചെന്ന് അവസാനിക്കുമോ അവിടെയാണ് ബിബ്ലിക്കൽ സൈക്കോളജി തുടങ്ങുന്നത്. അതായത് സൈക്കോളജി ഇന്നുവരെയും ഡെവലപ്പ് ചെയ്തിട്ടുള്ള മുഴുവൻ തിയറിയും ബിബ്ലിക്കൽ സൈക്കോളജിയുടെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ വരെ വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞ മുഴുവൻ ബിബ്ലിക്കൽ സൈക്കോളജിയാണ്. That is far greater than the Western psychology that we study. Okay, thank you, Blessy. God bless you. സർ, ഞാൻ വർഗീസാണ്. ഒരു ചോദ്യം ചോദിച്ചാണ്, ഒന്നുകൂടെ ഒരു ചോദ്യം ചോദിക്കാമോ? പിന്നെ സമയം ഇല്ലെന്ന് പറഞ്ഞാൽ എനിക്കിപ്പം നോ പറയാൻ പറ്റുന്നില്ല. സർ, ഇവിടെ ഈ മന്ദബുദ്ധികളായി ജനിക്കുന്ന കുഞ്ഞുങ്ങൾ അത് മാതാപിതാക്കളുടെ കുറ്റം കൊണ്ടോ
ആ മാതാവിനെ വ്യാപരിച്ചതായ അന്യായമായി ഈവൽ സ്പിരിറ്റ് കൊണ്ടോ ഉണ്ടായെന്ന് എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. കാര്യം വളരെ ദൈവകൃപയിലുള്ളതായ പ്രിയപ്പെട്ടവർക്ക് അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾ ജനിക്കുന്നു. രണ്ടാമത് എനിക്ക് അറിയേണ്ട ഒരു വിഷയം, ആ ചോദ്യത്തിന്റെ ഉത്തരം ഞാൻ പറഞ്ഞു തീർന്നില്ല. അത് അതിന്റെ പകുതിയുള്ളത് ഞാൻ ഇപ്പം പറഞ്ഞു ഓർക്കുന്നുണ്ടോ? മന്ദബുദ്ധിയായ കുട്ടിയെ ജനിക്കാൻ കാരണം എനിക്ക് അതിനോട് ബന്ധപ്പെട്ട ആ പേരൻസിന്റെ തെറ്റാണ് എന്നുള്ളത് അതിന്റെ പകുതി ആൻസർ ആയുള്ളൂ. ആൻസറിന്റെ ബാക്കി നാളെ പറയാന്ന് പറഞ്ഞ് ഓർക്കുന്നില്ലേ? അപ്പൊ അതുകൊണ്ട് കൺക്ലൂഷൻ വരാൻ പറ്റത് അവിടെ നിർത്ത്. അതിന് അടുത്ത ചോദ്യം ചോദിച്ചാട്ടെ. ആ കുഞ്ഞ് ഒരു രക്ഷാനിർണയം പ്രാപിക്കുവാനുള്ള ബുദ്ധി ആ കുട്ടിക്കില്ല. ഓട്ടിസം ബാധിച്ച ഏത് രീതിയിലെങ്കിലും. കാരണം രക്ഷയെക്കുറിച്ച് അറിയാനോ തിരിച്ചറിവില്ല. ആ കുഞ്ഞിന്റെ ഭാവി ആത്മാവ് നിത്യതയിൽ എവിടെയായിരിക്കും? അങ്ങനെ ഉണ്ടാകുമോ? അതോ നിത്യത നഷ്ടപ്പെടുമോ? ഓക്കെ, അതും നമുക്ക് അടുത്ത ദിവസം ചർച്ച ചെയ്താൽ പോരെ. കാരണം നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ അത് കവർ ചെയ്യുന്നത്. നാളെ എന്നെ ഓർമ്മിപ്പിച്ചു, നമുക്ക് പറയാം. നാളെ അല്ലയോ, 24 മണിക്കൂറല്ല ഉള്ളൂ. ഓക്കെ, താങ്ക് യു. ആരാ? ജോമോൻ ഗോവ. സാറേ, ഈ എസ്ആർ ടോബും എസ്ആർ ഹാരയും, അപ്പൊ ഈ എസ്ആർ ടോബ് ആക്ടിവേറ്റ് ആക്കാനായിട്ട് നമുക്ക് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനും നമ്മുടെ ജീവിതത്തിനകത്ത് പ്രാക്ടിക്കലായിട്ട് കുറച്ച് 1-2 പോയിന്റ്സ് പറയാമോ? ഒന്ന്, പ്രാർത്ഥിക്കുന്നു, ദൈവവചനം ധ്യാനിക്കുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ബാക്കിയുള്ളത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ബാക്കിയുള്ളത് നമ്മൾക്ക് എന്ത് ചെയ്യാന്നുള്ളത് ഒരു വാക്കിൽ പറയാവുന്ന ആൻസർ ആണെങ്കിൽ ഇപ്പൊ അങ്ങ് പറയാം. മറിച്ച് അത് മുഴുവൻ കവർ ചെയ്യും നമ്മൾ. ഫ്രം ബേത്ലഹേം ടു മൗണ്ട് ഒലീവ് എന്ന സീരീസിൽ അത് മുഴുവൻ കവർ ചെയ്യും. ഒരു നോട്ട്ബുക്കും പേനയുമായിട്ട് അങ്ങോട്ട് ഇരുന്ന് പടപടാന്ന് എഴുതിയെടുത്തു. കേട്ടോ? ഓക്കെ സാർ, താങ്ക് യു. താങ്ക് യു, താങ്ക് യു. സർ, ഞാൻ ഷൈനിയാണ്, ഖത്തറിൽ നിന്ന്. സാറിന്റെ ക്ലാസ് ഒത്തിരി അനുഗ്രഹമാണ്. സർ, ഞാൻ വന്നത് കാത്തലിക് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് വിശ്വാസത്തിലേക്ക്. അപ്പം അവിടെയെല്ലാം നമ്മൾ എപ്പോഴും പറഞ്ഞേക്കുന്ന ഒരു കാര്യമാണ് ജന്മദോഷം, ജന്മപാപം എന്നുള്ളൊരു കാര്യം. ഇപ്പം നമ്മള് കുഞ്ഞുണ്ടാവുമ്പോൾ നമ്മൾ ലീഗലായിട്ടുള്ള വിവാഹം കഴിച്ച് കുഞ്ഞുണ്ടാവുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ ജന്മദോഷം അങ്ങനെ ഒന്നും ഉണ്ടോ? അല്ലെങ്കിൽ ആദാമ്യ പാപം ഈ കുഞ്ഞിലേക്ക് ഇപ്പം ഈ എസർത്തോ അത് മാറ്റി വെച്ചാല് അതിനെ എഫക്ട് ചെയ്യാതെ മറ്റൊരു രീതിയിൽ ഈ പറയുന്ന പോലെ ജന്മദോഷം, ഇപ്പം അമ്മയപ്പനും ഒരു ലീഗലി ഉള്ള ആളുകളാണ്. അപ്പൊ ഈ ജന്മദോഷം എന്ന് പറയുന്ന അങ്ങനെയൊന്നും ജന്മപാപം അതല്ലെങ്കിൽ അങ്ങനെ ഒന്നാണ്. ഞാൻ പറയാമേ, ഒന്നും നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയുന്നതിനപ്പുറമായ ഒരു വിഷയമാണ്. നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയുന്നതിനപ്പുറമായ ഒരു വിഷയം. നമുക്ക് എത്രയും കാര്യം അതിനകത്ത് പറയാൻ കഴിയും, എത്രയും നമുക്ക് പറയാൻ കഴിയും. നമ്മൾ ആദ്യം നമ്മുടെ ലിമിറ്റ് മനസ്സിലാക്കി, എനിക്ക് ഇത്രേ കഴിയത്തുള്ളൂ, അതിനപ്പുറം എനിക്ക് ഒക്കെ തരുന്നുള്ളൂ നമ്മൾ മനസ്സിലായാൽ നമ്മൾ തെറ്റ് ചെയ്തില്ല. അല്ലെങ്കിൽ നമുക്കറിയാത്ത കാര്യങ്ങളില്ലെങ്കിൽ ഒരു കമന്റ് പറഞ്ഞ് നമുക്ക് ഉത്തരവുണ്ടാകും. ഒന്നാമത്തെ കാര്യം, ആദാമിൽ എല്ലാവരും മരിക്കും. എല്ലാവരും പാപികളാണ്. എല്ലാവരും പാപികളാണ്. ജനിച്ച എല്ലാ മനുഷ്യരും പാപിയാണ്. ഈ ജന്മപാപമാണ് യേശു ക്രിസ്തു ക്രൂശിൽ വെച്ച് പരിഹരിക്കുന്നത്. അപ്പൊ ഇനി ജനിച്ച ആരും പാപികളല്ല. ജനിച്ചു എന്നുള്ളത് കൊണ്ട് ആരും പാപിയല്ല. ജനിച്ചു എന്നുള്ളത് കൊണ്ട് ആരും പാപി അല്ല. ഫിനിഷ്. അത് നമ്മൾ മനസ്സിലാക്കുന്ന രണ്ടാമത്തെ കാര്യം. അങ്ങനെയാണ് കർത്താവ് യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചത്. കാരണം സകല ലോകത്തിന്റെയും പാപത്തെ ചുമന്നൊഴിക്കുക. ഏത് പാപത്തെ? ജന്മപാപം നമ്മൾ മുമ്പേ പറഞ്ഞ തീർന്നു കഴിഞ്ഞു. ഇനിയും നന്മതിന്മകളെ കുറിച്ചുള്ള തിരിച്ചറിവിൽ വരുമ്പോഴാണ് എസർഹാര ഓപ്പറേറ്റ് ചെയ്യുന്നത്. എസർഹാര, ആ എസർഹാര ഓപ്പറേറ്റ് ചെയ്യാൻ തുടങ്ങുമ്പോഴേക്ക് നമ്മൾ എന്ത് ചെയ്യണം? എസർഹാരയെ മരിപ്പിക്കണം. എസർഹായെ മരിപ്പിക്കാൻ നമുക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല. നമുക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല. നമുക്കതിനെ ഒരു മെഡിക്കൽ ടെർമിനോളജി പറഞ്ഞാൽ എൻ്റെ ശരീരം മുഴുവൻ രോഗാണുക്കൾ. എനിക്ക് ഓരോ രോഗാണുക്കളെയും പറക്കി പറയാൻ കഴിയത്തില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു? ഈ രോഗാണുക്കളെ മുഴുവൻ കൊല്ലുന്ന ശക്തമായ ആന്റിബയോട്ടിക്സ് എൻ്റെ ശരീരത്തോട് കയറ്റും. ഇത് കയറി ഇതിനെ മുഴുവനും കൊല്ലും. ഇതുപോലെ നമ്മൾ പോയി കുഞ്ഞാടിന്റെ രക്തത്തിൽ അങ്ങ് ആശ്രയിക്കുക.
അപ്പൊ കുഞ്ഞാടിൻ രക്തം എന്ത് ചെയ്തു? നമ്മളെ പൂർണ്ണമായി ശുദ്ധീകരിച്ചു. എസ്രഹാരയിൽ മേൽ നമുക്ക് ജയം തന്നു. അപ്പൊ ഇതിന് എസ്രഹാര മുഴുവൻ ചത്തു. ഇതിനെ കൊണ്ട് നമ്മൾ കുഴിച്ചിടുക സ്നാനം. അപ്പൊ അതിനാണ് കുഞ്ഞുങ്ങൾ നന്മതിന്മകളെ കുറിച്ചുള്ള അറിവ് ഉണ്ടാകുന്ന പ്രായമാകുമ്പോൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് അവരെ യേശുക്രിസ്തുവിന്റെ രക്ഷിതാവായി കൺഫസ് ചെയ്യിച്ചിട്ട് അവരെ കൊണ്ട് നമ്മൾ സ്നാനപ്പെടുത്തണം. പിന്നെ അവരിൽ എസ്രഹാരായുടെ പോര് കൂടുതൽ. കേട്ടോണേ, ഒന്നകത്താരും ഇപ്പൊ പുറത്തിറങ്ങിയവൻ അകത്ത് കയറണം. അതിനുകൊണ്ട് അങ്ങ് പോരാടുക. അപ്പൊ ഈ കുഞ്ഞിന് വേദപുസ്തകം വായിച്ചും പ്രാർത്ഥിച്ചും ദൈവവഴിയിൽ നടന്നും അവൻ ഓരോ ദിവസവും എസ്രഹാരായുടെ മേൽ ജയമെടുക്കണം. അതിനാണ് വിജയകരമായ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്. എനിക്ക് അത്രയും മാത്രമേ അതിനെപ്പറ്റി പറയാൻ അറിയത്തുള്ളൂ. അതിൽ കൂടുതൽ എനിക്കൊന്നും അറിയത്തില്ല. ഐ ഡോണ്ട് നോ എനിത്തിങ് മോർ ദാൻ ദാറ്റ്. അപ്പം ആ ഒരു സിമ്പിൾ നോളജിൽ നമ്മൾ നിൽക്കുകയാണെങ്കിൽ കർത്താവിനെ സ്വീകരിച്ചു. അപ്പൊ എസ്രഹാരായുടെ മേൽ ജയം തന്നു. അവനെ കൊണ്ട് നമ്മൾ കുഴിച്ചിട്ടു. ഇനി നമ്മൾ കർത്താവിനെ ആശ്രയിച്ച് ജയജീവിതം ചെയ്തു. നമ്മുടെ അകത്തുനിന്ന് മാറി കിട്ടി. പക്ഷെ പുറത്തുനിന്ന് ഭയങ്കര ആക്രമണമാണ്. അതിന് നമ്മൾ ജയമെടുക്കുന്നു. ആ സിമ്പിൾ മെക്കാനിസത്തിൽ, ആ സിമ്പിൾ തിയറിയിൽ നമ്മൾ ക്രിസ്ത്യ ജീവിതം കാണാവുന്നുണ്ടെങ്കിൽ ക്രിസ്ത്യ ജീവിതം വളരെ സുഖകരമാണ്, ഈസി പീസി. നേരെ മറിച്ച് നമ്മൾ എസ്രഹാരെ അങ്ങോട്ട് തോൽപ്പിക്കാൻ നോക്കിയാൽ നമ്മളെ കൊണ്ടൊന്നും നടക്കുന്ന കാര്യമല്ല. ഒരു മനുഷ്യൻ അവന്റെ ശരീരത്തിൽ രോഗാണുക്കൾ ഓരോന്നിനെ ഇറക്കി വിട്ടിട്ട് രോഗമുക്തനാകാൻ ആഗ്രഹിക്കുന്നതല്ല നടക്കുന്ന കാര്യം. ദാറ്റ്സ് ഓൾ. ഇപ്പോൾ സാറ് പറഞ്ഞത് അതായത് കർത്താവായ യേശുക്രിസ്തു പാപികൾക്ക് വേണ്ടി മരിച്ചത് കൊണ്ട് സകല മനുഷ്യരുടെയും പാപം കഴിഞ്ഞു എന്ന് പറയുന്നത് അത് എങ്ങനെ അത് അവനെ ഞാൻ എന്തുവാ പറഞ്ഞത്? സകല മനുഷ്യനും പാപിയായിട്ടാണ് ആദാമിൽ നിന്ന് ജനിക്കുന്നത്. അതെ അല്ലേ? എല്ലാവരും. അത് ജന്മപാപം എന്നാണ് കാത്തലിക്സ് അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അവർ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. എനിക്ക് അതിനെപ്പറ്റി എന്തോ പറയുന്നത് അറിയത്തില്ല. പക്ഷെ യേശുക്രിസ്തു ക്രൂശിൽ മരിച്ചതുകൊണ്ട് ഇനി ജനിക്കുന്ന ഒരു കുഞ്ഞു പാവിയല്ല. ഏറ്റെടുക്കാമെന്ന് നമുക്ക് അന്നേരം അറിയത്തില്ല. ഇനി നമ്മള് നന്മതിന്മകളെക്കുള്ള തിരിച്ചറിവിന്റെ പ്രായത്തിലെത്തുമ്പോൾ നമ്മൾ അത് ഏറ്റെടുത്തില്ലെങ്കിൽ നമ്മൾ പാപിയാകുകയും ഏറ്റെടുത്താൽ നമ്മൾ ദൈവവേദനാകുകയും ചെയ്യും. നന്മതിന്മകളെക്കുള്ള അറിവിന്റെ ടൈമിൽ എത്തിക്കഴിഞ്ഞു. ഇനി 2 വഴിക്കോട്ട് തിരിയാൻ പോകാം. ആ തിരിയുന്ന സമയത്ത് നമ്മൾ ദൈവഭാഗത്ത് തിരിഞ്ഞാൽ നമ്മളുടെ എസർത്തോവ് തന്നെ ആക്റ്റീവായിരിക്കും. ഇല്ലെങ്കിൽ അന്നേരമാണ് എസർഹാരം നമ്മൾ പാവിയാകുന്നത്. അതായത് നന്മതിന്മകളെ കുറിച്ചുള്ള അറിവ് ഉണ്ടാകുന്നതിന് മുൻപ് ഏത് ജാതിയിലോ മതത്തിലോ വിശ്വാസത്തിലോ ഉള്ള ഒരു കുഞ്ഞ് മരിച്ചു പോയാൽ ആ കുഞ്ഞ് നരകത്തിൽ പോകുന്നു, ന്യായവിധി നേരിടും, നമുക്ക് പറയാനുള്ള റൈറ്റ് ഇല്ല. കാരണം അവന്റെ അറിവിൽ പാപം ചെയ്തിട്ടില്ല, അറിയാതെ ചെയ്തിട്ടുണ്ട്. കാര്യം പാപം എന്നുള്ള അറിയത്തില്ല, ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞത് യേശുക്രിസ്തു ക്രൂശിൽ മരിച്ചുകൊണ്ട് സകല മനുഷ്യരും പാപികളല്ലാതായെന്നല്ല. പാപിയായി ജനിക്കുന്ന മനുഷ്യൻ ഇനി പാപിയായി ജനിക്കുന്നില്ല, പക്ഷെങ്കിൽ അവൻ പാപിയായി മാറുന്നു. ആ മാറ്റത്തിൽ ജയമെടുക്കുന്നതിന് വേണ്ടി അവൻ യേശുവിനെ രക്ഷാവായി ചെയ്യണം. ബൈ ദ ബൈ, എനിക്ക് ഇപ്പൊ ഇവിടെ ഇരിക്കാനുള്ള എൻ്റെ കപ്പാസിറ്റി തീർന്നു കഴിഞ്ഞു. എനിക്ക് ഈ വിഷയത്തെ പറ്റി ഇന്നിനി ഒരു ചോദ്യവും മറുപടി പറയാൻ കഴിയത്തില്ല. ഐ എം സോറി. പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കണം. കർത്താവ് അനുവദിച്ചാൽ നമുക്ക് നാളെ കാണാം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഐ എം സ്വിച്ചിങ് ഓഫ് മൈ സിസ്റ്റം. താങ്ക് യു. ബൈ. പ്രൈസ് ദ ലോർഡ്. നമുക്ക് വളരെ അനുഗ്രഹിക്കപ്പെട്ടതായ ക്ലാസ്സും ക്വസ്റ്റ്യൻ അവറും നമുക്ക് ഇന്ന് രാത്രിയിൽ ലഭിക്കുവാൻ ഇടയാക്കിയ തീർത്ത കർത്താവിന് നന്ദി പറഞ്ഞുകൊണ്ട് പ്രാർത്ഥനയോട് നമുക്ക് ഈ സെഷനോട് അവസാനിപ്പിക്കാം. നമുക്ക് ദൈവസനിൽ കർത്താവിന്റെ ദാസൻ പ്രിയ ബാബു സാറിനെ ദൈവരങ്ങളിലേക്ക് ഫലമേൽപ്പിച്ച് പ്രാർത്ഥിക്കാം. ഇന്ന് രാത്രിയിൽ കടന്നു വന്ന അറ്റൻഡ് ചെയ്ത എല്ലാവർക്കും ഒരു അനുഗ്രഹമായി തീർന്ന് പിന്നെയും ആത്മീയ ജീവിതത്തിൽ വർദ്ധിച്ചു വരാൻ ദൈവമായ കർത്താവ് സഹായിക്കണമെന്ന് നാം ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ
പ്രിയ സാം ടി ജോർജ് പാസ്റ്റർ പ്രാർത്ഥിക്കുവാൻ ഞാൻ ഓർപ്പിച്ചിരുന്നു. അദ്ദേഹത്തെ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നില്ല. കർത്താവിൻ ദാസൻ തോമസ് ട്രോപ്പിക്കാന ഈ സമയത്ത് നമ്മെ പ്രാർത്ഥനയിൽ സഹായിക്കും. കർത്താവിൻ ദാസൻ തോമസ് ട്രോപ്പിക്കാന, പ്ലീസ്. പ്രയർ ആൻഡ് ബെനഡിക്ഷൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. വടികളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ക്രിസ്തു വരുവിതാന്തമേ വീട് അവിടുത്തെ സന്നിധായിരിക്കാൻ തക്കൊണ്ട ദൈവം അവിടെ സഹായിച്ചനാൽ സ്തോത്രം. കർത്താദാസൻ കൂടെ കേട്ട തിരുവനങ്ങളുടെ അടികളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരുവാൻ തക്കൊണ്ട ദൈവം അവിടെ സഹായിക്കണം. ചില നല്ല കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ തക്കൊണ്ട ദൈവം അവിടുന്ന് വഴികളെ ഒരുക്കിനാൽ സ്തോത്രം. ഈ ഇതിൽ കടന്നു വന്ന എല്ലാ വ്യക്തികളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അല്ലെങ്കിൽ അവരെല്ലാവരും കർത്താവേ ദൈവസന്നിധിയിൽ നിലനിൽപ്പാൻ തക്കൊണ്ട ദൈവം അവിടെ സഹായിക്കുമാറാകണം. എല്ലാവരും ആ കുറുകളെല്ലാം ക്ഷമിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവകൃപയിലെ ദിവസങ്ങളിൽ നിലനിൽപ്പാൻ തക്കണോ ദൈവം അവിടെ സഹായിക്കണേ. പഠിച്ച കാര്യങ്ങൾ ജീവിതത്തിൽ പ്രയോജനകരമായി തീരുവാൻ തക്കണോ ദൈവം അവിടെ സഹായിക്കുമാറാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, എല്ലാവരും ആ കടന്നു വന്ന എല്ലാവരെയും വീണ്ടും കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുനാമത്തിൽ വഴി യാചിക്കുന്നു. പ്രാർത്ഥന കേൾക്കുമാറാകണമേ. ആശീർവാദത്തോടെ കർത്താവായ സകല പുതിയ ദൈവീയ സമാധാനം നാം എല്ലാവരും നമ്മളോട് പ്രാർത്ഥിച്ച എല്ലാ വിഷയത്തോടും നാം പഠിച്ച എല്ലാ വിഷയത്തോടും കൂടെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. ദൈവമായ കർത്താവ് നമ്മെ എല്ലാവരും അനുഗ്രഹിക്കുമാറാകട്ടെ. കർത്താവിന്റെ വരവ് താമസിക്കുന്നുവെങ്കിൽ നാളെ വൈകിട്ട് വീണ്ടും 6:30 മണിക്ക് നമ്മുടെ ബൈബിൾ സ്റ്റഡി ഉണ്ടായിരിക്കും. എല്ലാ പ്രിയപ്പെട്ടവരും ആ ഗ്രൂപ്പിൽ തരുന്ന ഇൻസ്ട്രക്ഷൻ അനുസരിച്ച് ജോയിൻ ചെയ്യാൻ ഓർപ്പിക്കുന്നു. ദൈവമായ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.